എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1841 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നതിനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ രശ്മി PS ആണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ രശ്മി PS എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഡോക്ടർ സൗത്ത് പറവൂരിൽ തീർത്ഥ ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. കൂടാതെ ധാരാളം ക്ലാസുകൾ ഹോമിയോപ്പതി വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ ഹോമിയോപ്പതിയിൽ MD ഇൻ മെറ്റീരിയൽ MD എടുത്ത ഡോക്ടറാണ്. അങ്ങനെ ഒത്തിരി സവിശേഷതകളുള്ള ഡോക്ടറാണ്. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെപ്പോലെ യുവതലമുറ ഇങ്ങനെ ക്ലാസ് എടുക്കുവാനായിട്ട് നമ്മളോടൊപ്പം എത്തുന്നതിൽ വളരെ വളരെ സന്തോഷം. അപ്പോ നമുക്ക് ഡോക്ടർ ഇന്ന് എടുക്കുന്ന വിഷയം നേത്രം ഫാമിലിയുടെ സവിശേഷതകൾ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെ സ്നേഹപൂർവ്വവും ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡോക്ടർ തുടങ്ങുമ്പോഴേക്കും ഒരു അനൗൺസ്മെന്റിലൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ IFPHന്റെ വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാകുന്നതിന്റെ സെലിബ്രേഷൻ സെപ്റ്റംബർ 28-ന് കൊച്ചിയിൽ താജ് വിവാന്തയിൽ വെച്ച് ആണ് നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡെലിഗേറ്റ് ഫീ അടച്ച് എത്രയും വേഗത്തിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ട്രൈ ചെയ്യണം. എല്ലാവരും എത്തണം. ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു വൻ വിജയമാക്കി തീർക്കണം. അതിന് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമസ്കാരം മാഡം, കേൾക്കാലോ അല്ലെ പറയുന്നത്? കേൾക്കാം. ഓക്കെ. IFPH സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രതിദിന സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഞാൻ ആദ്യം തന്നെ പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ടാണ് ഞാൻ IFPHന്റെ ക്ലാസ്സുകൾ ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇത്രയും നാൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജിന്റെ ഡെപ്ത് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ ആവശ്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അവര് അത് ഇടപെട്ട് ചെയ്യണമെന്ന് ഞാനൊരു റിക്വസ്റ്റ് ക്ലാസ്സിന് മുന്നേ തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഹോമിയോപ്പതിയുടെ അറിവുകൾ പല മേഖലകളിൽ പകർന്നു തന്ന എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നാട്രം മൂർ എന്ന റെമഡി നമുക്കറിയാം മിനറൽ കിണ്ടത്തിൽ വരുന്ന റെമഡിയാണ്. അപ്പോൾ മിനറൽ കിണ്ടത്തിലെ ഡ്രഗ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്ട്രക്ചർ അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഫാമിലി റിലേഷൻഷിപ്പ് നാട്രം ഗ്രൂപ്പ് ഓഫ് റെമഡി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിനറൽ കിണ്ടത്തിലെ റെമഡീസ് എല്ലാം ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. അവര് ഒരു ഒപ്പീനിയനോട് വളരെ ക്ലോസ്ഡ് ആയിരിക്കും. അതേസമയം തന്നെ ഒപ്പോസിഷൻസ് ഇവർക്ക് അധികം ബെയർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നീഡ് ഫോർ സ്റ്റെബിലിറ്റി, അതും മിനറൽ കിണ്ടത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മിനറലിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. പൊതുവെ ഇവർ ഭയങ്കര ഓർഗനൈസ്ഡും ആയിരിക്കും. നമ്മൾ നാട്രം മൂറിന്റെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഓക്കെ മാം. അപ്പൊ നാട്രം എന്ന ഒരു ആറ്റത്തിന്, നാട്രം എന്നൊരു കാറ്റയോണിനെ നമ്മൾ അതിന്റെ സ്റ്റഡി ചെയ്ത് നോക്കിയാൽ ഈ കാറ്റയോണിന്റെ ഔട്ടർ ഷെല്ല് നോക്കിയാൽ ഒരു ഇലക്ട്രോണെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ നാട്രം ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആണ്. അത് പക്ഷേ വൺസ് ഒരു ബോണ്ട് അത് മേക്ക് ചെയ്താൽ ആ ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇത് തന്നെയാണ് നാട്രത്തിന്റെ ഒരു ഡോക്നോ സിഗ്നേച്ചർ നമുക്ക് മനസ്സിലാവുക. വൺസ് ഒരു 1-to-1 റിലേഷൻഷിപ്പ് ആയിരിക്കും നാട്രം ഗ്രൂപ്പ് പൊതുവേ കാണിക്കുക. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു 1 ഫ്രണ്ട്, 1 or 2 ഫ്രണ്ട്സ്, അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ വൺസ് അത് ആ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് വളരെയധികം ക്ലോസ്ഡ് ആയിരിക്കും റിലേഷൻഷിപ്പ്. ഓക്കെ, നാട്രം ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നാട്രത്തിന്റെ തീം എന്താണെന്ന് വെച്ചാൽ നാട്രം വളരെ ക്ലോസ്ഡ് ആയിരിക്കും, വളരെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ഹോൾഡിംഗ് ഓൺ, എല്ലാ ഇമോഷൻസും ഇവർ ഹോൾഡ് ചെയ്ത് വെക്കും. അതേസമയം ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ടെമ്പറേച്ചറിനോട് സെൻസിറ്റീവ് ആണ്, സണ്ണിനോട് സെൻസിറ്റീവ് ആണ്, അങ്ങനെ എല്ലാത്തിനോടും ഇവർ സെൻസിറ്റീവ് ആണ് നാട്രം ഗ്രൂപ്പ് പൊതുവെ. അതേസമയം മ്യൂറിയാറ്റിക് എലമെന്റിന്റെ തീം എന്താന്ന് നോക്കിയാൽ
ദേ ആർ വെരി കെയർഫുൾ ആൻഡ് മദർലി അഫെക്ഷൻ ആണ്, നർച്ചറിങ് ആണ്, അറ്റൻഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നാട്രം ഗ്രൂപ്പിലേക്ക് വരുന്നത്. അപ്പൊ നാട്രമൂറിന്റെ ലവ് ബോണ്ട് എങ്ങനെ എഫക്ട് ചെയ്യുന്ന വെച്ചാൽ, ഈ ലവ് ബോണ്ട് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എപ്പോഴാ, ഒരു കുഞ്ഞ് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് അവരുടെ ലിപ്പ് വെച്ച് ഫസ്റ്റ് സക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോ അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന രീതിയിലാണ് ഈ നാട്രമൂറിന്റെ ഒരു കീനോട്ട് സിംറ്റം ആയ പേർലിഷ് ഇറപ്ഷൻ ഇൻസൈഡ് ദ മൗത്ത് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത്, ഈ എപ്പിത്തീലിയൽ സെൽസിന്റെ ആ ഒരു ബോണ്ടിങ്, ഈ ലവ് ബോണ്ട് നഷ്ടപ്പെടുന്ന പോലെ തന്നെ എപ്പിത്തീലിയൽ സെൽസിന്റെ ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുന്നു, അവിടെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് വെസൈക്കിൾസ് ഫോം ചെയ്യുന്നു. സോ അങ്ങനെയാണ് അതിന്റെ ഈ ഒരു സിംറ്റം അതിന്റെ എവല്യൂഷണറി പ്രോസസ്സിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ നാട്രമൂറിന്റെ ഒരു എവല്യൂഷൻ ഇതൊരു ട്രൈമയാസ്മാറ്റിക് റെമഡിയാണ്. സോറയും സൈക്കോസിസും സിഫിലിസിലേക്കുള്ള ഒരു യാത്ര ഇതിന്റെ ഒരു പ്രോസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നാട്രമൂറിന്റെ ഫസ്റ്റ് സോറിക് സ്റ്റേജ് എങ്ങനെയാന്ന് വെച്ചാല്, നാട്രം എന്ന എലമെന്റ് പീരിയോഡിക് ടേബിളിൽ തേർഡ് റോയിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. ഈ തേർഡ് റോ സീരീസിന്റെ തീം എന്ന് വെച്ചാൽ അതൊരു ഓറൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇൻഫന്റ് സ്റ്റേജ്, കുട്ടി ജനിച്ച് അതൊരു ഐഡന്റിറ്റി അറ്റൈൻ ചെയ്യുന്ന ഏജ് വരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഈ തേർഡ് റോ എലമെന്റ്സിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാട്രമൂർ ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നീഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ചെറിയ കുട്ടികളായാലും അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ കരയും, നിലവിളിക്കും, ഷൗട്ട് ചെയ്യും, ഇറിറ്റബിൾ ആകും, ഗ്രാബ് ചെയ്യും, അവരെ ഹെൽപ്പിന് വേണ്ടി ക്രൈ ചെയ്യും. പക്ഷെ ഈ ഒരു നമ്മൾ ആ ഒരു നീഡ് അവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഇവർ ഈ വാശിപ്പുറത്ത് പലപ്പോഴും അത് സ്വീകരിക്കാറില്ല, അവരത് നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ഇത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് കാമാക്കാനുള്ള ഏക വഴി ഈ കുഞ്ഞുങ്ങളെ കുറച്ചു നേരം കരയാൻ വെറുതെ വിടുക എന്നുള്ളതാണ്. അവരുടെ ആ വാശിയേറി തന്നെ സെറ്റിൽഡ് ആയാൽ മാത്രമേ അവർ കാമാവത്തുള്ളൂ. അപ്പൊ ഇതൊരു നാട്രമൂറിന്റെ ഒരു പ്രസന്റേഷൻ ആണ്. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലും നാട്രമൂർ നമുക്ക് കാണാൻ പറ്റും. അമ്മയുടെ സാരിത്തുമ്പിൽ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മ ബാത്റൂമിൽ പോയാൽ ബാത്റൂമിന്റെ ഡോർ വരെ കൂടെ പോകുന്ന കുട്ടികൾ, എപ്പോഴും ഹൈലി അമ്മയെ ഡിപ്പെൻഡന്റ് ആയിട്ട് നടക്കുന്ന കുട്ടികളും ഈ നാട്രമൂറിന്റെ സോറി സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് സോറയിലുള്ള നാട്രമൂർ എപ്പോഴാണ് ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഈ നീഡ്, ഇവര് ആവശ്യപ്പെടുന്ന ഒരു നീഡ് ആ ഒരു സമയത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജില് ആ ഒരു സ്റ്റേജ് അത് കുറെ നാൾ പ്രൊലോങ് ചെയ്താലോ, അപ്പൊ ഈ നാട്രമൂർ ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകും. അപ്പൊ കുട്ടി വിചാരിക്കുന്നത് എന്താ, ഞാൻ എത്രത്തോളം കരഞ്ഞിട്ടും, ഞാൻ എത്രത്തോളം ഡിമാൻഡ് ചെയ്തിട്ടും, ഞാൻ എത്രത്തോളം നല്ലോണം ബിഹേവ് ചെയ്തിട്ടും എന്റെ നീഡ് കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, സോ ബെറ്റർ നോട്ട് ടു ബി ഹേർട്ട് ആൻഡ് നോട്ട് ടു ഹേർട്ട്. ആ ഒരു തീമില് ഇവരുടെ ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ വോള് ബിൽഡ് ചെയ്യും. ഒരു റിലേഷൻ, ഞാനൊരു ബൗണ്ടറി വെച്ചിരിക്കുകയാണ്, ഞാൻ വിഷമിക്കാനും ഇല്ല, ഞാൻ ആരെയും വിഷമിപ്പിക്കാനും ഇല്ല. സോ ഇവർ സെറ്റ് ചെയ്യുന്ന ഈ ബൗണ്ടറി വോളാണ് നാട്രമൂറിനെ ഒരു ഇനേർട്ട് എലമെന്റ് ആക്കി മാറ്റുന്നത്. ആ ഒരു ഇനേർട്ട്നെസ് കൊണ്ടിട്ടാണ് ഈ നാട്രമൂർ ചിൽഡ്രൻസ് ആയിരിക്കും ലേറ്റ് ലേണേഴ്സിൽ സംസാരിക്കാനൊക്കെ ഇവർ പൊതുവെ ഭയങ്കര വൈകിട്ടായിരിക്കില്ലേ, ഈ ലേറ്റ് ലേണേഴ്സ് ആക്കി ഇവരെ മാറ്റുന്നത് ഇവരുടെ ആ ഒരു ഇൻട്രോവേർട്ട്നെസ് ആണ്. അതുപോലെ തന്നെ ഇവര് സെറ്റ് ചെയ്ത് ഈ ബൗണ്ടറി വോള് ബ്രേക്ക് ചെയ്യുന്നൊരു പേടിയാണ് ഇവർക്ക് പലപ്പോഴും. നമ്മൾ ഫിയർ ഓഫ് റോബേഴ്സ് പറയില്ലേ, വീട് ബ്രേക്ക് ചെയ്ത് ആരെങ്കിലും വരുമോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ഡോറ് ലോക്ക് ചെയ്താലും പിന്നെയും ലോക്ക് ചെയ്തോ എന്നൊരു ആ ഒരു ടെൻഷൻ, ഇതൊക്കെ ഇവിടെ ഈ ഒരു ഇൻസെക്യൂരിറ്റിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന നാട്രമൂർ ആ ഒരു സൈക്കോസിന്റെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും അവർ അവോയ്ഡ് ഇന്റിമസി, ഭയങ്കരമായിട്ടും ഈ കെട്ടിപ്പിടുത്തം, സ്നേഹപ്രകടനം, അതൊക്കെ ഭയങ്കരമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവർക്ക് കൂട്ടത്തിൽ പോവുക, ഒരു ഫംഗ്ഷനിൽ പോവുക, ബഹളത്തിൽ പോവുക, ഇതൊക്കെ ഭയങ്കര അവേർഷൻ ആയിരിക്കും. മാം നെക്സ്റ്റ് സ്ലൈഡ് ഇടാമോ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നാട്രമൂർ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈലി ഇൻഡിപെൻഡന്റ് ആകും. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അവർ ഹൈലി ഇൻഡിപെൻഡന്റ് ആകും, വെൽ ബിഹേവ്ഡ് ആൻഡ് ഡിസിപ്ലിൻ ചിൽഡ്രൻസ് ആയിരിക്കും. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നാലും ഇവർ ചെയറിൽ പ്രോപ്പർലി സിറ്റ് സ്ട്രെയിറ്റ്ലി പ്രോപ്പർലി ഇൻ എ ചെയർ, അഡൾട്ട് ലൈക്ക് ബിഹേവിയർ കാണിക്കും. ഒരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള ഒരു മാനറിസംസ് ആയിരിക്കും കുട്ടിയിൽ കാണിക്കുക. ഒരു ട്യൂബർക്കുലം കുട്ടിയോ സൾഫർ കുട്ടിയോ ക്ലിനിക്കിൽ വന്ന് എല്ലാം മറിച്ചിടുന്ന പോലെ ഇവര് ആകത്തില്ല നാട്രമൂർ. ഇവർ ഭയങ്കര നീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഡിസിപ്ലിൻ ഈസ് എ പ്രോപ്പർ ടു എന്ന റൂബ്രിക്കിൽ വരുന്ന രണ്ട് റെമഡീസ് ആണ് നാട്രമൂർ ആൻഡ് കാലിക്കാർബ്. കാലിക്കാർബിന്റെ ഡിസിപ്ലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നെക്സ്റ്റ് സ്ലൈഡ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഇന്റിമസി ഇവര് അവോയ്ഡ് ചെയ്യുന്നോണ്ടിട്ട് നമുക്കിപ്പോ ക്ലിനിക്കില് കേസ് നമുക്ക് കിട്ടുന്ന ഒരു സിംറ്റം ആണ് അവേർഷൻ ലുക്ക് ഡെറ്റ്. നമുക്ക് ഇവരുടെ മുഖത്ത് നോക്കിയൊരു നമുക്ക് സിംറ്റം എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഇവര് പലപ്പോഴും നമുക്ക് ഐ കോണ്ടാക്ട് തരത്തില്ല, കണ്ണ് മാറ്റിക്കളയും. അല്ലെങ്കിൽ ആൻസറിങ് ലുക്കിംഗ് അറ്റ് ദ വാൾ, എന്തെങ്കിലും ചോദിച്ചാൽ ഇവര് ഭിത്തിയിലോ താഴത്തോ മേശപ്പുറത്തോ വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടായിരിക്കും ഇവര് മറുപടി സാധാരണ പറയുണ്ടാവുക. അപ്പൊ ഒരു ക്ലോസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാട്രമൂരുടെ സങ്കടം പറയുകയാണെങ്കിലോ സാധാരണ നമ്മുടെ മുഖത്ത് നോക്കി അവർ കരയുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ടാവില്ല. എപ്പോഴും കണ്ണടച്ചിട്ട് അവർ ആ ഒരു
ഗ്രീഫിൽ ബ്രൂഡ് ചെയ്യുന്ന പോലെ, ആ ഗ്രീഫിൽ വീണ്ടും ജീവിക്കുന്ന പോലെ അങ്ങനെ ബ്രൂഡ് ചെയ്തിട്ടായിരിക്കും നാട്രമൂർ പലപ്പോഴും സിംറ്റം പ്രസന്റ് ചെയ്യുക. ഒരു എക്സ്പ്രസീവ് സൈഡിൽ നാട്രമൂറിനെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ലുക്ക് അറ്റ് ഇവേർഡിങ്, ലുക്സ് ഇവേർഡിങ് സ്പോക്കൺ ടു വെൻ. രണ്ട് റെമഡിയാ റൂബിക്കിൽ വരുന്നത്, നാട്രമൂർ ആൻഡ് പ്ലംബമെറ്റ്. എന്ന് വെച്ചാൽ നോക്കുമ്പോഴത്തേക്കും അവരുടെ കണ്ണ് മാറ്റിക്കളയും. ലുക്ക് ഇവേർഡിങ് സ്പോക്കൺ ടു വെൻ. ദെൻ ആൻസറിങ് ലുക്കിംഗ് അറ്റ് ദ വാൾ. ദെൻ ഇവരെപ്പോഴും ഇതിന്റെ മെയിൻ കാര്യം, ഇവർ ഡസ് നോട്ട് വാണ്ട് ടു ബി സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. ഇവർ ഒരിക്കലും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഫിയർ പിറ്റീഡ് ഓഫ് ബി, ഇവരെ സഹകരിക്കുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ IP-ലോ ഹോസ്പിറ്റലിലോ ഒക്കെ ഭയങ്കര വയ്യാത്ത പേഷ്യന്റ് നാട്രമൂർ കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ ചെല്ലുകയാണെങ്കിൽ ഈ പേഷ്യന്റ് നമ്മൾ ചെല്ലുമ്പോൾ ഇവർ പ്രസന്റ് ചെയ്യുന്ന രീതി, ഇവർ ചെയറിൽ പ്രോപ്പർ ആയിട്ട് ഇരുന്ന് ഡോക്ടർ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനുള്ള മനോഭാവം ഇവർ കാണിക്കും. ബിക്കോസ് ഇവരുടെ സിംറ്റംസിനെ നമ്മൾ പിറ്റി ചെയ്യുന്നത്, ഇവരെ ഓർത്ത് നമ്മൾ സഹതിപ്പിക്കാൻ ഇവർ ഒരിക്കലും അനുവദിക്കത്തില്ല. ദെൻ ഇവർക്ക് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇവര് ക്ലിനിക്കിലേക്ക് വരാത്ത ആൾക്കാരായിരിക്കും, ബൈസ്റ്റാൻഡറിന് പറഞ്ഞു വിടുന്ന കൂട്ടുകാരായിരിക്കും ഈ നാട്രമൂർ എന്ന് പറയുന്നത്. ദെൻ മാം നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ മാം. ഇവരുടെ നെക്സ്റ്റ് ഒരു സിംറ്റമാണ് ഫിയർ ഓഫ് ബീങ് റിജക്ഷൻ എന്നുള്ളത്. നമുക്ക് നാട്രമൂറിന്റെ ഡോക്ടറെ നോക്കി അറിയാം, ഉപ്പ് എന്നുള്ള സംഭവം നമുക്ക് ഫുഡില് ഒരു അല്പം കുറഞ്ഞു പോയാൽ ഇറ്റ് വിൽ ബി ടേസ്റ്റ്ലെസ്. പക്ഷെ ഇത് ഒന്ന് കൂടിപ്പോയാൽ നമ്മളത് സ്പിറ്റ് ചെയ്ത് കളയും ഫുഡ്. അപ്പൊ നാട്രമൂർ ആ ഒരു റേഞ്ച് ഓഫ് ഡിഗ്നിറ്റി, നാട്രമൂർ ഡിഗ്നിറ്റി എന്താണെന്ന് നാട്രമൂറിന് അറിയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവർക്കൊരു ഫിയർ ഓഫ് റിജക്ഷനും ഉണ്ട്. ഇവര് റിജക്ട് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുള്ള കാരണം ഈ നാട്രമൂർ ഹൈലി റെസ്പോൺസിബിൾ ആയിരിക്കും, ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ഇവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് ഒരു മൈഗ്രെയിൻ കേസ് ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ കേസിൽ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെക്ചർ ആയിരുന്നു. അപ്പൊ അവർക്ക് നമുക്ക് ഈ കേസ് എടുക്കുമ്പോൾ ഒരു ഗ്രീഫിന്റെ എലമെന്റോ ബാക്കിയുള്ള സിംറ്റംസോ ഒരു ഇൻട്രോവേർട്ട്നെസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു ഹെഡേക്കിനെ കുറിച്ച് പെർട്ടിക്കുലർ സിംറ്റംസേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവർക്ക് ഇന്ന് കിട്ടിയ ഒരു സിംറ്റം ആണ്, ഇവര് ഹസ്ബൻഡ് പറഞ്ഞൊരു സിംറ്റം ആണ്, ഇവർ ടൂർ പോകുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ എല്ലാ സാധനങ്ങളും ഇത് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എടുത്ത് വെക്കും. അപ്പൊ അതിൽ വരുന്ന റൂബ്രിക്കാണ് പ്രോഗ്രാമിംഗ് എവറിത്തിങ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഇവർക്ക് നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെക്കണം. ഇത് 2 റെമഡി ആ റൂബ്രിക്കിൽ വരുന്നത്, നാട്രമൂർ ആൻഡ് ആൾസാർ. ആൾസാർക്ക് നമുക്കറിയാം ഇറ്റ്സ് എ റെമഡി ബോൺ വിത്ത് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഫസ്റ്റീഡിയസ്. പക്ഷെ നാട്രമൂറിന് എന്തുവാ ഇങ്ങനെ ആ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിയർ ഓഫ് റിജക്ഷൻ ഉള്ളത് കൊണ്ടിട്ട് അവര് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും. ദെൻ ഇവര് പൊതുവെ സ്പേസ് ലവേഴ്സ് ആണ്. അവർക്ക് ഇരിക്കാനും അവർക്ക് കുറച്ച് സ്പേസ് വേണം. ക്ലോസ്ട്രോഫോബിക് ആണ്. നമ്മുടെ ക്ലിനിക്കിൽ വന്നാലും ചെയർ ഒരു പിടി പുറകിലേക്ക് മാറ്റാൻ അവസരം ഉണ്ടെങ്കിൽ അവരെ പുറകിലേക്ക് മാറ്റി ഡിസ്റ്റൻസ് ഇട്ടിട്ടേ അവർ പ്രസന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ദേ ആർ ഓൾസോ സ്പേസ് ലവേഴ്സ് ആണ്. ദെൻ ഇവർക്ക് മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യൂ എന്നുള്ള ഓക്വേർഡ്നെസ് ആണ് ഇവർക്ക് പലപ്പോഴും. ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ് ഇവർക്കൊരു നെയിൽ ബൈറ്റിംഗ് ആയിട്ടും കയ്യിൽ നിന്ന് തിങ്സ് താഴ്ത്തു പോകുന്ന ഒരു ഓക്വേർഡ്നെസ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ അവേർഷൻ ടു ഫസ്റ്റ്, ഒരു ഗ്രൂപ്പിലോ ഒരു കമ്പനിയിലോ ഒരു ബഹളത്തിന്റെ ഇടയ്ക്കൊക്കെ ഇവർക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ദേ ആർ ഗ്രേറ്റ് ലിസണേഴ്സ് ടു. നാട്രമൂർ അവരുടെ പ്രശ്നം മറ്റുള്ളവരോട് ഓപ്പൺ ചെയ്യുന്നതിൽ ഒരു ഇൻട്രോവേർട്ട്നെസ് കാണിച്ചാലും മറ്റുള്ളവരോട് എന്ത് പ്രശ്നം ഷെയർ ചെയ്യാനും ഇവര് ഭയങ്കര ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതിൽ വരുന്ന റൂബ്രിക്കാണ് കൺഫൈഡിങ് പീപ്പിൾ കൺഫൈഡ് ഹിം മെനി. മറ്റുള്ളവർ പലരും അവരുടെ ദുഃഖവും വിഷമവും ഒക്കെ നാട്രമൂർ പേഷ്യന്റ് പോയി പറയും. ബിക്കോസ് നാട്രമൂർ അത് എല്ലായിടത്തും പോയി പറയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പീപ്പിൾസ് ഭയങ്കര മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാനും നിൽക്കുന്നവരും അവർക്കൊരു സൊല്യൂഷൻ നൽകുന്നവരുമായിരിക്കും. സോ നമ്മൾ പറഞ്ഞല്ലോ നാട്രമൂറിന്റെ ആ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിന്റെ ആ ഒരു സൈക്കോസിലേക്ക് ഡെവലപ്പ് ചെയ്യാന്ന്. അതായത് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, അപ്പൊ നമുക്കൊരു സിറ്റുവേഷണൽ മെഡിക്കയിൽ ഈ ഒരു കണ്ടീഷൻ എപ്പോഴൊക്കെ കിട്ടാം എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ ജനിക്കുന്ന കുട്ടികളെ ചിലപ്പോൾ ഇൻക്യുബേറ്ററിലൊക്കെ കിടത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ എന്താ, അവിടെ ഒരു ഫിസിക്കൽ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു വാംത്ത് ആൻഡ് കെയർ അവിടെ മിസ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്തുവാണ് മദേഴ്സ് വർക്കിംഗ് അബ്രോഡ്. ചിലപ്പോൾ കുട്ടികളൊക്കെ ജനിച്ചൊരു 6 മാസം കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ അവര് നാട്ടിൽ നിർത്തിയിട്ട് എബ്രോഡ് വർക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ നാട്രമൂറിന്റെ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് ഒരു സൈക്കോസിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു നാട്രമൂർ റെമഡി മാത്രമല്ല ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. ചോക്ലേറ്റ് വരാം, ബ്ലാക്ക് ഹ്യൂമാനം വരാം, വേറെ ധാരാളം റെമഡി വരാം. പക്ഷേ നാട്രമൂർ എപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ കേസുകളിൽ. ദെൻ അപ്പോൾ നാട്രമൂറിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്ലൈഡ്.
റീറ്റെൻഷൻ ഓഫ് ഇമോഷൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ഫിയർ. മെന്റൽ സ്ഫിയറിൽ മാത്രമല്ല നമുക്ക് റീറ്റെൻഷൻ കാണാൻ പറ്റുക. നാറ്ററിന്റെ തീം പറഞ്ഞപ്പോ പറഞ്ഞില്ലായിരുന്നോ, എല്ലാം ഒരു ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ റീറ്റെൻഷൻ, ഇമോഷൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ഫിയർ. ഫിസിക്കൽ സ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ, ഇത് സ്റ്റൂൾ റീറ്റെയിൻ ചെയ്യും, ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും പ്രസന്റ് ചെയ്യുക. ദെൻ എന്താ, സ്വെറ്റ് റീറ്റെയിൻ ചെയ്യും. പെർസ്പെയർ ഇനബിലിറ്റി ടു എക്സസൈസ് വെൻ എന്നൊരു റൂബ്രിക്കിൽ വരുന്ന 3 റെമഡീസിൽ ഒന്നാണ് നാട്രമോർ. ഒന്ന് കാൽക്കേരിയ, നാട്രമോർ ആൻഡ് പ്ലംബർ മെറ്റാലിക്കും ആണ്. അതായത് എത്രത്തോളം എക്സസൈസ് ചെയ്താലും ഇവർക്ക് സ്വെറ്റ് വരത്തില്ല, സ്വെറ്റ് അവർ റീറ്റെയിൻ ചെയ്യും. ദെൻ ആ ഒരു റീറ്റെൻഷൻ കൊണ്ട് തന്നെ ഇവർക്ക് ഡ്രൈ വജൈന വരാം. പിന്നെ നാട്രമോറിൽ നമ്മൾ എപ്പോഴും ആ ഒരു സെക്സിനോട് അവേർഷനും ഒരു ഡ്രൈ വജൈനയും മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഫാൻസി ലെസേവിയസ്നെസ് എന്ന റൂബ്രിക്കിൽ വരുന്ന റെമഡി, 2 മാർക്ക് റെമഡി കൂടിയാണ് നാട്രമോർ. അതായത് ഇവര് ബിൽഡ് ചെയ്ത വോള് ഒരു ആൽക്കഹോളിസം ചെന്നാലോ ഒരു സെക്സിന്റെ സമയത്തോ ബ്രേക്ക് ചെയ്യുന്ന പറയുന്നത്. സോ നമുക്ക് ആ ഒരു സ്ഫിയറിൽ നാട്രമോർ എപ്പോഴും ചിന്തിക്കണം. ദെൻ നാട്രമോറിന്റെ സെറ്റു ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡിൽ എക്സസീവ് ഓയിലി പെർസ്പിറേഷൻ ഉണ്ടാവുന്ന ഫീച്ചർ നമുക്കറിയാം. അപ്പൊ സോൾട്ടി പെർസ്പിറേഷൻ ഇവർക്ക് ഉണ്ടാവും. സോൾട്ടി പെർസ്പിറേഷൻ വിത്ത് ഓയിലി സ്കിൻ ആൻഡ് സൺ അഗ്രവേഷൻ വരുന്ന 2 റെമഡീസ് ആണ് നാട്രമോർ ആൻഡ് സെലീനിയം. അപ്പോൾ ഇവർക്ക് ഒത്തിരി എക്നി വൾഗാരിസം വരാറുണ്ട്. അപ്പൊ ഒരു എക്നി വൾഗാരിസ് ഒരു ഗേൾസിൽ ഡെവലപ്പ് ചെയ്യണം വിത്ത് ഓയിലി ഫേസ് ഉണ്ട്, സോൾട്ടി പെർസ്പിറേഷൻ ഉണ്ട്, സൺ അഗ്രവേഷൻ ഉണ്ടെങ്കിൽ അത് നാട്രമോറും. ആൻഡ് എക്നി വൾഗാരിസ് ഒരു ബോയ്സിലാണെങ്കിൽ വിത്ത് ഓയിലി പെർസ്പിറേഷൻ, ഈ സൺ അഗ്രവേഷൻ, സോൾട്ടി പെർസ്പിറേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അത് സെലീനിയം ആയിരിക്കും. കാരണം സെലീനിയത്തിൽ ഈ സമയത്ത് വരുന്ന എക്സസീവ് മാസ്റ്റർബേഷനും സെക്ഷൽ സ്ഫിയർ കവർ ചെയ്യുന്നുണ്ട്. കൂടുതലും ബോയ്സിൽ ഈ സമയത്ത് വരുന്ന എക്നേക്ക് ഇൻഡിക്കേറ്റർ റെമഡി സെലീനിയം ആയിരിക്കും. ഒരു കമ്പാരിസൺ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് റെമഡി നാട്രം കാർബ്. ഇപ്പൊ നാട്രം കാർബ് എന്നുള്ള റെമഡി ഒരു സോറോ സൈക്കോട്ടിക് മയാസിൽ വരുന്ന റെമഡിയാണ്. ഹൈലി ചില്ലിയാണ്. നാട്രമോറിനെ പോലെ ഹീറ്റ് അഗ്രവേഷൻ ഉണ്ട്, സൺസ്ട്രോക്ക് അഗ്രവേഷൻ ഉണ്ട്, ലൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, കോൾഡ് എയർ അഗ്രവേഷൻ ഉണ്ട്, ഡെബിലിറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. അപ്പോ പിന്നെ നാട്രം കാർബിന്റെ മറ്റു ചില ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ആണ്. സ്റ്റാർച്ചി ഫുഡ് ഇവർക്ക് ഭയങ്കര അഗ്രവേഷൻ ആണ്. നമ്മളിപ്പോൾ ഒത്തിരി വെജിറ്റബിൾസ് കഴിച്ചിട്ട് ഗ്യാസിന്റെ കംപ്ലൈന്റ് വരുന്ന പറഞ്ഞ പേഷ്യൻസിന്റെ ഇൻഡിക്കേറ്റർ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നാട്രം കാർബ് സോഡാ വെള്ളം കുടിച്ച സാധാരണ ഡിസ്പെപ്സിയ വരില്ലേ, അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഇൻഡിക്കേറ്റർ ആണ്. ദേ ആർ ഗ്രേറ്റ് ഗോർമെന്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഫുഡൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ഈ നാട്രമോർ, അങ്ങനത്തെ നാട്രം കാർബ്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും നാട്രം കാർബ് നമുക്ക് ചിന്തിക്കാം. സോ അവർക്ക് കോൾഡ് ഡ്രിങ്ക്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് കഴിച്ചാൽ തന്നെ അഗ്രവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ നാട്രത്തിന്റെ ഈ ക്ലോസ്ഡ് റെസ്ട്രിക്ഷൻ ഡിപ്രഷൻ എന്ന തീമിലേക്ക് കാർബ് എലമെന്റിന്റെ സ്ലോനെസ്സും സ്ലഗിഷ്നെസ്സും ഒരു ഫാദർലി ഫിഗറും, നാട്രം മ്യൂരിയാറ്റിക് എലമെന്റ് ഒരു മദർലി ഫിഗറാ, ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള. പക്ഷെ കാർബോണിക്കത്തിലേക്ക് വരുമ്പോൾ ഒരു ഫാദർലി ഫിഗറാ, എക്സ്പ്രഷൻ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നാട്രം കാർബ് എന്നുള്ള റെമഡി ഒരു പുറത്തു പോവാൻ മടി ഉണ്ടാവുന്നതും, എക്സസൈസിനോട് അവേർഷൻ ഉണ്ടാവുന്നതും, ചിന്തിക്കാൻ മടി ഉണ്ടാവുന്നതും, ഇമ്പസിലിറ്റി ഉണ്ടാവുന്നതും, കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ബ്രെയിൻ ഫാഗ് പോലെ വരുന്നതും, അപ്പൊ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാർബോണിക് എലമെന്റ് കയറി വരുന്നതുകൊണ്ടാണ് നാട്രം കാർബിൽ ഉണ്ടാവുന്നത്. സോ ഈ ഒരു റെമഡിയുടെ എവല്യൂഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, so this is the remedy, is the most unselfish remedy in our മെറ്റീരിയൽ എന്നാണ് ഷോർട്ടനൊക്കെ പറയുന്നത്. മറ്റൊരു റെമഡി സ്റ്റാഫിസാഗ്രിയ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കാണ്ട് നമുക്ക് എന്തെങ്കിലും റെക്കഗ്നീഷൻ കിട്ടുമോ എന്നൊരു പ്രതീക്ഷ ഇല്ലാണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നാട്രം കാർബ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ബെഗേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങോട്ടൊന്നും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരാനായിട്ടുള്ള റെമഡിയാണ് നാട്രം കാർബ്. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ അതുപോലെ തന്നെ ഇവർ ഭയങ്കര സിമ്പത്തറ്റിക് ആയിരിക്കും. സ്ട്രോങ് സെൻസ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻ ആൻഡ് ഡിഗ്നിറ്റി. ഒരു മോറൽ ഒബ്ലിഗേഷൻ ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും അനീതിയൊക്കെ കണ്ടാൽ സ്റ്റാഫിസാഗ്രിയും കോസ്റ്റിക്കേത്രയും പോലെ നാട്രം കാർബ് അവിടെ വരാം. പക്ഷെ നാട്രം കാർബിന്റെ ആ ഒരു മോറൽ ഒബ്ലിഗേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവർ പോയി കോർട്ടിൽ കേസ് കൊടുക്കും. അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് മാനറിൽ ബിഹേവ് ചെയ്യുന്ന റെമഡിയാണ് ഈ നാട്രം കാർബ് എന്ന് പറയുന്നത്. സോ ദ കോർ തീം ഓഫ് നാട്രം കാർബ് ഈസ് ഡിഗ്നിഫൈഡ് വിഡ്രോവൽ. അപ്പൊ ഈ ഒരു റെമഡി നമ്മൾ എപ്പോഴൊക്കെയാ സിറ്റുവേഷനിൽ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോ ഫാദർ മരിച്ചു, വീട്ടിൽ നോക്കാൻ ആരുമില്ല, ഹൗസിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഏറ്റെടുത്ത് സിബ്ലിങ്ങളെ കെയർ ചെയ്ത് അവരുടെ സ്വന്തം കാര്യം നോക്കാണ്ട് സിബ്ലിങ്ങിന്റെ വിദ്യാഭ്യാസം എല്ലാം ചെയ്യുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ, അതും അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്ന, ഫാമിലിയുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കുന്ന, കുട്ടികളെ കൃത്യമായിട്ട് നോക്കുന്ന ഒരു പതിവ്രതയായിട്ടുള്ള ഭാര്യയായിട്ടോ,
അതും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അസോസിയേഷനിലോ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വന്തം കാര്യം നോക്കാണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളുകളായിട്ടും ഒക്കെ ഈ നാട്രൽ കാർബ് പേഷ്യന്റിനെ കാണാം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു അറ്റ് ദ പോയിന്റ് ഓഫ് റിജക്ഷൻ, ഒരു പോയിന്റിൽ ഇവർക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഈ പ്ലേസിൽ അൺഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഞാൻ ഇവിടെ ആവശ്യമില്ല, എന്നെ റിജക്ട് ചെയ്യപ്പെടുവാൻ തോന്നിയാൽ ഇവരെടുക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ നാട്രൽ കാർബ് എന്നുള്ള എലമെന്റ് ഒരു ഡിഗ്നിഫൈഡ് ആക്കി മാറ്റുന്നത്. ദേ വിൽ ബി ഡിഗ്നിഫൈഡ് വിഡ്രോവൽ ഫ്രം ദ സിറ്റുവേഷൻ, ഗ്രേസ്ഫുള്ളി റിട്ടയർ ഫ്രം ദ സിറ്റുവേഷൻ. ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് ഇവർ ആ സിറ്റുവേഷനിൽ നിന്ന് ഡിഗ്നിഫൈഡ് ആയിട്ട് വിഡ്രോ ചെയ്യുവാണ്. സോ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഹാർമണി ഡിസയർ ആണ്. അപ്പൊ ഈ നാട്രൽ കാർബിന് നാട്രൽ മ്യൂറിയാറ്റിക് എലമെന്റത്തിന് ഒരു റിജക്ഷൻ ഉണ്ടായാൽ ഇവര് ആ റിജക്ഷൻ ഉണ്ടാക്കിയവർ അവരുടെ ലൈഫിൽ ഉന്തി തള്ളി പുറത്താക്കും. പക്ഷെ നാട്രൽ കാർബ് ആണെങ്കിൽ അവരെ ഒന്നും ചെയ്യാണ്ട് സ്വന്തത്തിലേക്ക് ഐസൊലേറ്റ് ചെയ്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുവാണെങ്കിൽ നാട്രൽ മൂർ ആണെങ്കിൽ അന്നാ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാലോ ഒന്നും ഉണ്ടാക്കിയാലോ റൂം അടിച്ച് അകത്തിരിക്കുന്ന പരിപാടിയായിരിക്കും. പക്ഷെ സെപ്പി ആണെങ്കിലോ ഫുഡ് ഉണ്ടാക്കും, ഫുഡ് കൊണ്ടേ ടേബിളിൽ വെച്ചും കൊടുക്കും. ബിക്കോസ് സെപ്പിയ ഒരു ഡ്യൂട്ടി കോൺഷ്യസ് ആണ്. പക്ഷെ നാട്രൽ കാർബ് ആണെങ്കിലോ ഫുഡ് ഉണ്ടാക്കും, വിളമ്പി കൊടുക്കും, വേണമെങ്കിൽ കൂടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ഇവരുടെ ഇമോഷൻസ് ഇവരൊരിക്കലും എക്സ്പ്രസ് ചെയ്തില്ല. അതാണ് ഗ്രേസ്ഫുള്ളി വിഡ്രോവൽ എന്ന് പറയുന്നത്. അവർ യാതൊരു കംപ്ലൈന്റും ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഗ്രേസ്ഫുള്ളി ആ ഒരു കണ്ടീഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലിക്കാർബ് പോലത്തെ ഭർത്താവാണ് കൂടെ ഉണ്ടെങ്കിലോ അങ്ങനെ ആ ജീവിതം കുറെ നാൾ മുന്നോട്ട് പോവുകയും പിന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റം ആണ് തിക് ഡിസ്ചാർജ് ഫ്രം ദ വജൈന ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന നാട്രൽ കാർബിന്റെ കോർ സിംറ്റം. സോ ആ ഒരു സിംറ്റത്തിന്റെ മീനിങ് എന്ന് വെച്ചാൽ Now I am not interested. Please just go away from me. ഞാൻ ഇനിയിപ്പോ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ഇവര് സെക്ഷൽ ആക്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പക്ഷേ ആ ഒരു സ്പേമിന്റെ എൻട്രി, വജൈനയിലെ തിക്ക് ഡിസ്ചാർജ് കൊണ്ടിട്ട് ആ ഒരു സ്പേമിന്റെ എൻട്രി നടക്കില്ല. സോ അതിന്റെ ഒരു മൈൻഡിലെ എവല്യൂഷൻ ആ സിംറ്റത്തിന് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇങ്ങനത്തെ റെമഡീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സിംറ്റം ആണ് ചിയർഫുൾ ഓൾട്ടർനേറ്റ് വിത്ത് സാഡ്നെസ്. ഇവർ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ സാഡ്നെസ് ആയിട്ട് നാട്രൽ മ്യൂർ പോലെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഒരു ചിയർഫുൾനെസ്സും ഒരു സാഡ്നെസ്സും ഇവർക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് ഇൻ സൊസൈറ്റി. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിൽ പോയാലോ ഒരു ഫംഗ്ഷനിൽ പോയാലോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നിലും ഇൻവോൾവ് ചെയ്യാണ്ട് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ, ഒന്നിലും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ കണ്ടിട്ടുണ്ടാവും. സോ ഈ നാട്രൽ കാർബ് അങ്ങനെ ഒരു ആളാവാൻ സാധ്യതയുണ്ട്. അതുമല്ല ഇപ്പൊ വീട്ടിലെല്ലാരും കൂടി സിനിമയ്ക്ക് പോകണമെങ്കിൽ നാട്രൽ കാർബ് പറയും ഞാൻ വരുന്നില്ലെന്ന് പറയും. അപ്പൊ എല്ലാത്തിനോടും ഒരു ഇൻഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റെമഡി ആയിട്ട് നാട്രൽ കാർബ് മാറുകയാണ്. സോ ഇവരുടെ മൈൻഡില് ആ ഒരു കോൾനെസ് ആണ് ഇവരെ ഏറ്റവും കൂടുതൽ ചില്ലിയാക്കി മാറ്റുന്നത്. സോ ലൊക്കേസിറ്റി, ചിയർഫുൾ, എസ്ട്രേഞ്ച്. ദെൻ എപ്പോഴും ഒരു സേസ് ഓൾ ഈസ് വെൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇവർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. വെച്ചാൽ ഒന്നും ഇവർ ഓപ്പൺ ആയിട്ട് പറയില്ല. ടോക്കറ്റീവ്, ലൊക്കേഷ്യസ്, സ്റ്റിൽ എക്സോഷൻ. ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കും, ടോക്കറ്റീവ് ഒക്കെ ആകും. പക്ഷേ അറ്റ് ദ പോയിന്റ് ഇവർ സെയിം ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ഒരു സാഡ്നെസ്സും ഒരു ഡിപ്രസീവ് സ്റ്റേജിലും ഇവർ പ്രസന്റ് ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ്. സോ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞ പോലെ നേരത്തെ അതിന്റെ ഒരു ഡിഗ്നിറ്റി ഓഫ് റെമഡി ആണ് ഇവർ ഇങ്ങനെ ആക്കി തീർക്കുന്നത്. സോ ഗ്രാജുവലി അവര് മിസാൻഡ്രോപ്പിക് ആകും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓക്കെ മാം, നാട്രൽ കാർബ് ഭയങ്കര ഹോട്ടാണെന്നല്ലേ നമ്മള് ചില്ലിയാണോ? നാട്രൽ കാർബ് ഹോട്ട് ആണ് മാം. പക്ഷെ അവർക്ക് കോൾഡിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട് അവര്. കോൾഡ് എയർ, ഡ്രാഫ്റ്റ് ഓഫ് കോൾഡ് എയർ, കോൾഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കോൾഡ് കഴിച്ചാൽ അവർ കംപ്ലൈന്റും വരുന്നുണ്ട്. കാർബോണിക്കത്തിന്റെ വൈറ്റൽ ഫോഴ്സ് കുറവായത് കാരണം കുറെ കൂടി ഇവർക്ക് ഹോട്ട് ആണെങ്കിലും പക്ഷേ കോൾഡ് കഴിച്ചാൽ വളരെയധികം കംപ്ലൈന്റ് വരുന്നുണ്ട് നാട്രൽ കാർബില്. ഓക്കെ മാം. സോ ഇവർ ഭയങ്കര മിസാൻഡ്രോപ്പിക് ആകും, ഒഫൻഡഡ് ഈസിലി ആകും, ആൻഡ് സെൽഫ് കൺട്രോൾ വളരെ ഇൻക്രീസ് ആയിരിക്കും. ഇവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ഇവർ ഭയങ്കര സെൽഫ് കൺട്രോൾ ഉണ്ടാവും. ആൻഡ് ഡിഗ്നിഫൈഡ് വിഡ്രോവൽ ആണ് ഇവരുടെ കോർ തീം എന്ന് വെച്ചാൽ. സോ ഈ ഡിഗ്നിഫൈഡ് വിഡ്രോവൽ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കണം. നമ്മളിപ്പോ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഡയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളായിരുന്നു. ബട്ട് അറ്റ് എ പോയിന്റ് അദ്ദേഹത്തിന്റെ ഹെൽത്തിന് അത് പറ്റില്ല എന്ന് മനസ്സിലാവുന്ന നിമിഷം അദ്ദേഹം കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് ഇപ്പോഴും അത് ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ആ ഒരു തീമൊക്കെയാണ് ഡിഗ്നിഫൈഡ് വിഡ്രോവൽ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വേണ്ടെന്ന് വെച്ചാൽ അത് വേണ്ടെന്ന് വെച്ചത് തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഷുഗർ കട്ട് ഇപ്പൊ ഒരു മാസം കഷ്ടപ്പെട്ടെടുത്ത് അടുത്ത മാസം ആകുമ്പോൾ ഷുഗർ കട്ട് പിന്നെയും കട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ അത് അങ്ങനെയല്ല. സോ ദിസ് ഇസ് എ മീനിങ് ഓഫ് ഡിഗ്നിഫൈഡ് വിഡ്രോവൽ. സോ ഈ നാട്രൽ കാർബ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ആഫ്റ്റൈൻ ചിൽഡ്രൻ ഹു കനോട്ട് ടോളറേറ്റ് മിൽക്ക്.
അതുപോലെ ഫാരിങ്ടണിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന്, റീനൽ ഡിസീസ് വരുന്ന പേഷ്യൻസിന് കാലിന്റെ അടിയിൽ ഫൂട്ടിൽ അവരുടെ ഹീൽസിൽ അൾസേഴ്സ് വിത്ത് സോർനെസ് വരും. സോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെമഡി നാട്രിയം കാർബ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഫൂട്ടിന്റെ ആർച്ചിൽ അൾസേഴ്സ് വന്നാൽ ലൈക്കോപോഡിയ എന്ന റെമഡി പറയുന്നുണ്ട്. സോ ഈ നാട്രിയം കാർബിന്റെ ആ മൈൻഡിലുള്ള റഫ്നെസ് ആണ് ഇവരുടെ സ്കിന്നിൽ ഭയങ്കര ഡ്രൈ റഫ്നെസ് ആയിട്ടും ഒരു ഡ്രൈ എക്സിമയ്ക്കും നാട്രിയം കാർബിനെ ഇൻഡിക്കേറ്റർ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. നാട്രിയം കാർബൺ നമുക്കറിയാം ഹെഡ് ഏക്കിന് ഇമ്പോർട്ടന്റ് റെമഡീസ് ആണ്. പെർട്ടിക്കുലറിലേക്ക് നമുക്ക് ഇപ്പൊ അവസാനം സമയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ, ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിലോ. സോ നെക്സ്റ്റ് റെമഡി നാട്രിയം കോസ്റ്റിക്കം. നെക്സ്റ്റ് സ്ലൈഡ്. സോ നാട്രിയം കോസ്റ്റിക്കം നമ്മൾ നാട്രിയം കാർബ് പറഞ്ഞു അല്ലെ. നാട്രിയം കാർബിന് ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്. പക്ഷെ നാട്രിയം കോസ്റ്റിക്കത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവർക്ക് ഫിയർ ഓഫ് റിജക്ഷനും ഫിയർ ഓഫ് ആൻഡ് റിജക്ഷൻ ആൻഡ് അപ്രിസിയേഷൻ, റിജക്ഷനോടും അപ്രിസിയേഷനോടും ഇവർ ഒരുപോലെ സെൻസിറ്റീവ് ആണ്. അപ്പോ പിന്നെ കോസ്റ്റിക്കത്തിന്റെ പോലെ തന്നെ കറപ്ഷൻ വെച്ചൊരു പെട്ടെന്ന് ഹേർട്ട് ആവും. എന്തെങ്കിലും കറപ്ഷൻസ് കണ്ടാൽ ഇവർ പെട്ടെന്ന് അതിനോട് ഇൻജസ്റ്റിസിനോട് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആവുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്ക് അപ്രിസിയേഷൻ ഡിസയർ ഉള്ളത് കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പല ഹെൽപ്പും ചെയ്യും. അവർക്ക് ഇത് ആവശ്യമാണോ എന്നും കൂടി വിചാരിക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പല ഹെൽപ്പും ചെയ്യുന്ന ഗ്രൂപ്പ് ആയിരിക്കും ഈ നാട്രിയം കോസ്റ്റിക്കം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാരന്റിന്റെ ഡെത്തോ ഒരു ഹസ്ബൻഡിന്റെ ഡെത്തോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫാമിലിയിൽ അവർക്ക് തോന്നുവാണ് എനിക്ക് ഇനി ചെയ്തു കൊടുക്കാം, എനിക്ക് ഇനി എന്റെ ഡ്യൂട്ടി ചെയ്തു കൊടുക്കാനായിട്ട് ആരും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല, എനിക്ക് എന്നെ അപ്രിസിയേഷൻ ചെയ്യാനോ, ഞാൻ ഈ ലോകത്ത് ഇനി ആർക്കും വിലപ്പെട്ട ഒരാളല്ല എന്നൊരു തോട്ടിലൊക്കെ ഈ നാട്രിയം കോസ്റ്റിക്കം എന്നൊരു റെമഡി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ നെക്സ്റ്റ് റെമഡി നാട്രിയം സൾഫ്യൂരിക്കും ആണ്. സോ സൾഫറിന്റെ എലമെന്റ്, അതായത് ഈഗോ, ആ ലവിലുണ്ടാവുന്ന എക്സ്ട്രോവേർട്ട്നെസ്, ബ്യൂട്ടിയും ഗ്രേസും ക്ലോത്തിങ് അവേർഷനും എല്ലാം കൂടി നാട്രിയം ഗ്രൂപ്പിലേക്ക് ചേർന്ന് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാർക്ക് സെൻസ് ഓഫ് പ്രൈഡ്. ഇവർ ഭയങ്കര അഭിമാനിയാണ് സൾഫർ എന്ന് പറയുന്നത്. ഇവരുടെ ആ ഈഗോ കോംപ്രമൈസ് ചെയ്യാൻ ഇവർ ഒരിക്കലും തയ്യാറല്ല. അപ്പോൾ ഈ ഒരു സുപ്പീരിയോറിറ്റിയും അവരുടെ ആ ഒരു റെസ്പെക്റ്റും ഫാമിലിയിൽ അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും എല്ലാം എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും, ഫാമിലിയിൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഹേർട്ട് വെൻ റെസ്പെക്ട് കോംപ്രമൈസ്. അപ്പൊ ഈ ഒരു സുപ്പീരിയോറിറ്റി കോൺഫ്ലിക്റ്റ് ഇവർക്ക് ഉള്ളത് കൊണ്ടിട്ടാണ് സുപ്പീരിയോറിറ്റി ഇപ്പൊ ഇവർ ചെയ്യുന്നതിന് ആരെങ്കിലും റിജക്ട് ചെയ്താലോ, ഫാദറോ ഹസ്ബൻഡോ ആരെങ്കിലും ഇവർ ഇത്ര ചെയ്യുന്ന സുപ്പീരിയോറിറ്റി റിജക്ട് ചെയ്താല് ഇവർക്ക് സൈക്കോസിന്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ടാണ് നാട്രിയം സൾഫർ ഹെഡ് ഇഞ്ചുറിക്ക് ഏറ്റവും പ്രോൺ ആയിട്ടുള്ള, ഹെഡിൽ തന്നെ ആ ഒരു സുപ്പീരിയോറിറ്റി കോൺഫ്ലിക്റ്റ് ആണ് ഹെഡ് ഇഞ്ചുറിക്ക് ഏറ്റവും പ്രോൺ ആയിട്ടുള്ള റെമഡിയാണ് നാട്രിയം സൾഫർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു സുപ്പീരിയോറിറ്റി ഹൈപ്പോളാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡിപ്രഷൻ പോകുന്നതും അത്രത്തോളം സിവിയർ ആയിട്ടായിരിക്കും. സോ നാട്രിയം ഗ്രൂപ്പിൽ നാട്രിയം സൾഫ് ഈസ് ദ മോസ്റ്റ് ഡിപ്രസീവ് റെമഡി. ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരുന്ന നാട്രിയം സൾഫിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് മോസ്റ്റ് ക്ലോസ് റെമഡി ഓഫ് ഓൾ നാട്രിയം എന്നാ പറയാ. അതുകൊണ്ടാണ് ഇവരുടെ ഡിപ്രഷൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരിക, ഷൂട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരിക. പക്ഷെ എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ബിക്കോസ് ഈ നാട്രിയം എലമെന്റിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള കാരണം ഫാമിലീനെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഫാമിലി വിഷമിക്കുമോ എന്നൊരു ഫീലിംഗ് ഉള്ള കാരണം ഇവരൊരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. അപ്പൊ ഇത്തരം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുക പലതരം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ കൗൺസിലിംഗ് ഒക്കെ ആൾക്കാരെ തപ്പി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിട്ട് ഇവരെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവർക്ക് സൂയിസൈഡ് ചെയ്യണം, പക്ഷെ ഇവരൊരിക്കലും സൂയിസൈഡ് ചെയ്യാൻ തയ്യാറാവത്തില്ല. നെക്സ്റ്റ് സ്ലൈഡ്. സോ നാട്രിയം സൾഫിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിംറ്റം കൂടി പറയുവാണ്. ഇറിറ്റബിലിറ്റി ഇൻ ദ മോർണിംഗ്. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ജലദോഷം അങ്ങനത്തെ പല അസ്വസ്ഥതകളും വരിക, അങ്ങനത്തെ ഇറിറ്റബിലിറ്റി ഇൻ ദ മോർണിംഗ്. മൂവ്മെന്റ് ഇവർക്ക് അനലറേഷൻ ആയിരിക്കും. ആൻഡ് ക്ലാർക്കിലും പല ബുക്സിലും പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ് ഹെഡ് ഏക്ക് വിത്ത് സലൈവേഷൻ. ഹെഡ് ഏക്കിന്റെ ഒപ്പം ഇവർക്ക് സലൈവേഷൻ ഉണ്ടാവുക. ആൻഡ് ആസ്മ വിത്ത് ഇവാക്യുവേഷൻ. ഇതിന് ഇമ്പോർട്ടൻറ്റ് കീനോട്ടിലുള്ള സിംറ്റംസ് ഞാൻ വീണ്ടും പറയുന്നില്ല. ആസ്മ വിത്ത് ഇവാക്യുവേഷൻ, ആസ്മ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒപ്പം ഒരു ലൂസ് മോഷനും സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ലൂസ് മോഷൻ എങ്ങനെയായിരിക്കും? രാവിലെ എണീക്കുമ്പോൾ ഒരു റൈറ്റ് ഇലിയാക് റീജിയനിൽ ഒരു റംബ്ലിംഗ് ഒക്കെ തോന്നുക, ടോയ്ലറ്റിലേക്ക് പോവുക, ടോയ്ലറ്റിൽ പോയാൽ ആദ്യം കുറച്ച് ഗ്യാസ് പോകുക, അതിനുശേഷം മാത്രം സ്റ്റൂള് പോവുള്ളൂ. അത് ലെഫ്റ്റ് ഇലിയാക് കോളിലാണെങ്കിൽ സൾഫർ ആയിരിക്കും, റൈറ്റ് ആണെങ്കിൽ നാട്രിയം സൾഫർ ആയിരിക്കും. അപ്പൊ ആസ്മയുടെ ഒപ്പം ഒരു ഇവാക്യുവേഷൻ കൂടി വരുവാണെങ്കിൽ നാട്രിയം സൾഫർ റെമഡി പറയുന്നുണ്ട്. സോ പിന്നെ കെൻഡിൽ പറയുന്നത് ഹെഡ് ഇഞ്ചുറിയുടെ മെന്റൽ ഇഫക്റ്റ്. ഒരു എവിടെയെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ അതിനുശേഷം ഡിപ്രഷൻ വരിക, ഉറക്കമില്ലായ്മ വരിക, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന മെന്റൽ ഇഫക്റ്റിന് ഒരു സാഡ്നെസ്, ഡിപ്രഷൻ എന്തെങ്കിലും വന്നാൽ
നാട്രം സൾഫ് ഈസ് ദ റെമഡി. ആൻഡ് ഹെഡ് ഇഞ്ചുറിക്ക് ശേഷം വരുന്ന ന്യൂറാൾജിക് എഫക്ഷന്, എന്തെങ്കിലും വേദനകൾ അവരുടെ മിന്നി മാഞ്ഞു വരിക, ന്യൂറാൾജിക് എഫക്റ്റിന് ദ റെമഡി ഈസ് ആർണിക്ക. ഇത് കെന്റ് പറയുന്നതാണ്. സോ നാട്രം സൾഫിന്റെ ആ ഒരു ആസ്മ ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അവർ രണ്ട് കൈയും കൂടി ചെസ്റ്റിൽ പിടിച്ച്, ചെസ്റ്റിൽ ഭയങ്കര ഒരു വീക്ക്നെസ് ഉള്ള പോലെ, ഒരു ഹോളോനെസ്, ഒരു വെയിറ്റ്ലെസ് ഫീലിംഗ് ആണ് രണ്ട് കൈയും കൂടി ചെസ്റ്റിൽ പിടിച്ച് ഒരു പ്രസന്റേഷൻ ഒക്കെ ആസ്മയിൽ ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ഡിഫറൻഷ്യൽ റെമഡിയാണ് ബ്രയോണിയ. ബ്രയോണിക്ക് എങ്ങനെയായിരിക്കും? ബ്രയോണിയുടെ ഡ്രൈ കഫ് ആയിരിക്കും, സമ്മർ അഗ്രവേഷൻ ആയിരിക്കും. നാട്രം സൾഫിലേക്ക് വരുമ്പോൾ ലൂസ് കഫ് ആയിരിക്കും, വെറ്റ് ഡാം വെതർ അഗ്രവേഷൻ ആയിരിക്കും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് റെമഡിയാണ് നാട്രം ഫോസ്. ഇപ്പൊ നാട്രം ഫോസ് എഗെയിൻ ഇസ് എ ചില്ലി കോംബോ ഓഫ് നാട്രം മോർ. ഡ്രാഫ്റ്റ് ഓഫ് എയർ അഗ്രവേഷൻ ഉള്ള, ഓപ്പൺ എയർ അഗ്രവേഷൻ ഉള്ള, തണ്ടർ സ്റ്റോം വന്നാൽ കാൽക്കേരിയ ഫോസിനെ പോലെ ഒരു പാൽപിറ്റേഷൻ വരുന്ന. ഈ നാട്രം കാർബൺ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തണ്ടർ സ്റ്റോം വരുന്നവർക്ക് തലയ്ക്ക് മൊത്തത്തിൽ തലയ്ക്കൊരു ഹീറ്റ് സെൻസേഷൻ വരും. ഈ നാട്രം ഫോസിലാണെങ്കിൽ തണ്ടർ സ്റ്റോം വരുമ്പോഴത്തേക്കും എന്തുവാ, ഇവർക്കൊരു പാൽപിറ്റേഷൻ ആയിരിക്കും കൂടുതൽ ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന നാട്രം ഫോഴ്സിന്റെ ആ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഫോസ്ഫറസ് എലമെന്റ് നമുക്കറിയാലോ, അവരുടെ ഏറ്റവും വലിയ തീം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഫോർബിഡൻ, കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സം ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളിപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ട്നെസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് സംസാരിക്കാൻ ആരും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചാൽ ഈ നാട്രം ഫോഴ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവർക്ക് മനസ്സിലുള്ള ഒരുപാട് സീക്രറ്റ്സ് പുറത്തേക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. സോ ദേ ആർ ഫീലിംഗ് ദേ ക്യാരിങ് ഹെവി ബേർഡൻ ഓഫ് സീക്രറ്റ് അറൌണ്ട് ഹിം. അപ്പൊ ആ ഒരു സീക്രട്ടീവ്നെസ്സും ഫിയറുമാണ് ഇവരെ ഭയങ്കര ഫിയർഫുൾ ആക്കുന്നതും. ഇവര് കെന്റിൽ പറയുന്നത് ഒരു ടെലിഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഇവര് പെട്ടെന്ന് ഞെട്ടുമെന്ന, അത്രത്തോളം ഒരു ഫ്രൈറ്റ്ഫുൾ ഈസിലി ആ നോയ്സ് കേട്ടുമ്പോൾ പെട്ടെന്ന് ഇവര് ഞെട്ടിത്തെറിക്കും. അതുപോലെ തന്നെ കെന്റിൽ ബോറിക്കിൽ പറയുന്ന രാത്രി എണീക്കുമ്പോൾ ഫേർണിച്ചേഴ്സ് ഒക്കെ ആൾക്കാരായിട്ട് തോന്നും. സോ ഇതൊക്കെ ഇവിടെ സീക്രട്ടീവ്നെസ്സിൽ നിന്ന്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോർബിഡൻ ആയിട്ട് വരുന്ന സീക്രട്ടീവ്നെസ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിംറ്റംസ് ആണ് അതെല്ലാം. അതുപോലെ തന്നെ പലതരം ആൻസൈറ്റികൾ ഈ നാട്രം ഫോഴ്സിൽ പ്രസന്റ് ചെയ്യാം. ആൻസൈറ്റി ഹോം അബൌട്ട്, വീടിനെ കുറിച്ചുള്ള ആൻസൈറ്റി. ഒരു വലിയ വീടുണ്ട്, അത് അടിച്ചു വാരി തൂക്കാൻ ആരില്ല, അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നാട്ടിലെ വീട് നോക്കാൻ ആരില്ല, അല്ലെങ്കിൽ കുട്ടികൾ വീട് മോശമാക്കുന്നു, അങ്ങനെ വീടിനെ കുറിച്ചുള്ള ആൻസൈറ്റി അബൌട്ട് ദ ഹോമിൽ വരുന്ന സിംഗിൾ ഡ്രഗ് ആണ് നാട്രം ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ റെമഡീസ് നമ്മൾ എവിടെയാ സിറ്റുവേഷൻ മെറ്റീരിയൽ നമ്മൾ എവിടെയാ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒറ്റക്കുട്ടി വീട്ടിൽ കുറെ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലാണ്ട് ഒരു ഒറ്റക്കുട്ടി ഉണ്ടാവുക. അപ്പൊ അവർക്കാണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത്, മിൽക്ക് കൊടുത്ത്, അങ്ങനെ അവർക്ക് ഡയേറിയ, അങ്ങനെ ഉണ്ടാക്കുന്ന വോമിറ്റിംഗ്, സവർ ആയിട്ടുള്ള എക്സ്ക്രീഷൻസ്. അപ്പൊ ഇവർക്ക് വരുന്ന, അപ്പൊ ഇങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലാക്ടിക് ആസിഡിന്റെ ബോറിക്കിൽ പറയുന്ന എക്സസും കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ലാക്ടിക് ആസിഡ് എക്സസ് വരുമ്പോഴത്തേക്കും ഇവരുടെ മസിൽസ് പൊതുവെ സോറായിരിക്കും, ആൻഡ് ഹാംസ്ട്രിങ് പൊതുവെ സോറായിരിക്കും. ദെൻ റോബോണിന്റെ റുമാറ്റിക് റെമഡീസിൽ പറയുന്നത് ആർത്രൈറ്റിസ് ഓൾട്ടർനേറ്റീവ് വിത്ത് ഹാർട്ട് ഡിസീസ്. ആർത്രൈറ്റിസും ഹാർട്ട് ഡിസീസും കൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ നാട്രം ഫോഴ്സിന്റെ എന്നാണ്. പിന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ള നാട്രം ഫോഴ്സ് ചിന്തിക്കേണ്ടത് സിബ്ലിംഗ് ഡിസീസ് ഇല്ലേ. ഇപ്പൊ ഒരു സിബ്ലിംഗ്, സിബ്ലിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു സിബ്ലിങ്ങിന് അസുഖം വരുവാണെങ്കിൽ മറ്റേ സിബ്ലിങ്ങിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വീട്ടിൽ ആരുമില്ല. അല്ലെങ്കിൽ രണ്ട് സിബ്ലിംഗ് ഉണ്ടായാലും ഒരാൾ മാരേജ് ചെയ്ത് പുറത്തുപോയി, അല്ലെങ്കിൽ ഒരാൾ പഠിക്കാൻ വേണ്ടി പുറത്തുപോയി, അപ്പൊ മറ്റേ സിബ്ലിംഗ് നേരിടുന്ന അവസ്ഥ. അവിടേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഫോർബിഡൻ എന്ന തീം നമ്മൾ എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഓൾഡ് പീപ്പിൾ, മക്കളെല്ലാം മാരേജ് ചെയ്ത് പോയി, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആളില്ല. സോ അവിടെയൊക്കെ ഈ നാട്രം ഫോഴ്സ് എന്നുള്ള റെമഡിയുടെ തീം നമ്മൾ, കമ്മ്യൂണിക്കേഷൻ ഫോർബിഡൻ എന്നുള്ള തീം നമ്മൾ ചിന്തിക്കണം. സോ നാട്രം ഫോഴ്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ കേസ് എന്ന് വെച്ചാൽ, ഒരു വേം കംപ്ലൈന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു ഹൈപ്പർ അസിഡിറ്റി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ വേം കംപ്ലൈന്റ് വിത്ത് ഹൈപ്പർ അസിഡിറ്റിക്ക് കൂടി വരുന്ന ഒരു കോംബോയിൽ വരുന്ന, എന്റെ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നത് നാട്രം ഫോഴ്സ് ആണ് അതിൽ ആ രണ്ട് കോംബോയിൽ വരുന്ന ഒരു റെമഡി. വേം കംപ്ലൈന്റ് വിത്ത് ഹൈപ്പർ അസിഡിറ്റി കൊടുക്കാൻ പറ്റുന്ന റെമഡി. അപ്പൊ ആ ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ ഇൻഫെർട്ടിലിറ്റി കേസും കൂടി ക്യൂർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഈ ഇൻഫെർട്ടിലിറ്റി, ആ ഒരു എക്സസീവ് ആസിഡ് ഫ്രം ദ വജൈന വരുന്നതുകൊണ്ട് ഇവർക്ക് ഇൻഫെർട്ടിലിറ്റിയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് റെമഡി ഈസ് നാട്രം ആസ്. ആർസെനിക്കൻ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിൽ റോ 4-ലും കോളം 15-ലും വരുന്നതാണ്. ഈ ആർട്സിന്റെ തീം എന്ന് വെച്ചാൽ ഒരു ഓൾഡ് ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ആർട്സിന്റെ തീം. അപ്പൊ ഈ ഓൾഡ് ഏജിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താ, ഫിയർ ഓഫ് ലൂസിങ് സംതിങ് ഐ ഗേവ്. ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കി കൂട്ടിയതെല്ലാം ഇനി വയസ്സായല്ലോ നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു പേടിയാണ് ഈ ആസ് എന്നുള്ള എലമെന്റിന് ഇത്ര റെസ്ലെസ്നെസ് ആക്കുന്നതും. മിസ്ചീവസ്, മറ്റുള്ളവരെ സംശയം, ഇതൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ വരുന്നതാണോ, മറ്റുള്ളവരെ സംശയ ദൃഷ്ടിയോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നതും, റെസ്ലെസ്നെസ്സും അവരസും ഒക്കെ ആയിട്ട് ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ആർട്സ് ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഓൾഡ് ഏജ് റെപ്രസെന്റിങ് തീം വരുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്രത്തിന്റെ കൂടെ ചേരുമ്പോഴത്തേക്കും വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫിയർ ഓഫ് ലോൺലിനെസ് ആൻഡ് പവേർട്ടി.
അതായത് ഞാൻ ഉണ്ടാക്കിയതെല്ലാം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുമോ, എപ്പോഴും ഈ നാട്രം ആൾസിന് ഒരു ത്രെട്ട് ഹാങ്ങിങ് ഓവർ ഹിം, അവരുടെ മുന്നിൽ ഒരു ത്രെട്ട് ഉള്ള പോലത്തെ ഫീലിംഗ് ആയിരിക്കും. ആരെങ്കിലും എന്നെ ചീറ്റ് ചെയ്യോ, ആരെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോവോ എന്നുള്ളൊരു ചീറ്റിംഗ് ആയിരിക്കും. സോ അങ്ങനെയുള്ള റെമഡി നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇപ്പൊ ഒരു വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലിയിൽ ഒരു 45 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഹസ്ബൻഡ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്താണ്, ഒരു കുട്ടികൾ വലുതായി, അവർ സെറ്റിൽഡ് ആവാറായി. അപ്പോൾ ഈ ഹസ്ബൻഡിന് ഇവരുടെ ഫാമിലിയുടെ സെക്യൂരിറ്റി കാരണം ഹസ്ബൻഡിനെ ഒഴിവാക്കാനും വയ്യ, പക്ഷേ ഇവർക്ക് ഇത് സഹിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, ഇവരുടെ ഒരു ഫാമിലി സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി ബെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നാട്രം ആർട്സിലേക്ക് മെയിൻ ആയിട്ടും കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റിന്റെ മെയിൻ ആർക്കും ഇവർക്ക് ഫിയർ ആണ്, ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഈ നാട്രം ആർട്സിൽ കാണാൻ പറ്റും. ഷോർട്ടിനൊക്കെ പറയുന്ന ഈ നാട്രം ആർട്സ് കൂടുതലായിട്ടും യങ്ങർ ജനറേഷനിലെ ഗ്രാൻഡ് പാരന്റ്സിന് വരുന്ന ഒരു റെമഡി ആയിട്ടാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ യങ്ങർ ജനറേഷനില് അവരെല്ലാം ഭയങ്കര വർക്കും കരിയറൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. പലപ്പോഴും അവരുടെ ഫാമിലി കാര്യങ്ങളും കുട്ടികളെ എല്ലാം നോക്കാനായിട്ട് റിട്ടയർ ആവുന്ന ഏജിലും ഈ ഗ്രാൻഡ് പാരന്റ്സ് തന്നെയായിരിക്കും ഏൽപ്പിക്കുക. അപ്പോൾ ഈവൻ റിട്ടയർമെന്റ് ഏജിലും ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ നാട്രം ആർട്സ് എന്ന എലമെന്റിൽ വരുന്നത്. അപ്പോൾ ഫോർ റെസ്പോൺസിബിലിറ്റി ദേ ആർ ബെയറിംഗ് ദ റിലേഷൻഷിപ്പ് എന്ന തീമാണ് നാട്രം ആർട്സിൽ വരുന്നത്. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക, ഒരു ആഴ്ച ഇരുന്നതുകൊണ്ട് തന്നെ രാത്രി ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, റെസ്റ്റ്ലെസ്നെസ് കാണിക്കുക, മൈൻഡ് ആൻസൈറ്റി ബെഡ് ഇൻ എന്ന് വെച്ചാല് നമ്മൾ എപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആവാൻ ആഗ്രഹിക്കും അല്ലെ, അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല. മൈൻഡ് ആൻസൈറ്റി ബെഡ് ഇൻ എന്നുള്ളത് ഈ നാട്രം ആർട്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് റൂബ്രിക് ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ഒരു സിംറ്റവും നാട്രം ആർട്സിൽ വരുന്നുണ്ട്. അപ്പൊ ഈ നാട്രം ആർട്സ് നമ്മൾ ഫിസിക്കൽ സ്ഫിയറിൽ, നെക്സ്റ്റ് സ്ലൈഡ് മാം. അപ്പൊ നാട്രം ആർട്സ് ഫിസിക്കൽ സ്ഫിയറിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നോ സ്റ്റോപ്പ്, ബ്ലോക്ക് അറ്റ് നൈറ്റ് ആൻഡ് മോർണിംഗ്, മസ്റ്റ് ബ്രീത്ത് വിത്ത് ഓപ്പൺ മൗത്ത്. ഈ റൂബ്രിക്കിൽ വരുന്ന സിംഗിൾ റെമഡിയാണ് നാട്രം ആർട്സ്. അതായത് മൂക്കടപ്പ് അല്ലെങ്കിൽ നെയ്സൽ ഒബ്സ്ട്രക്ഷൻ പോലുള്ള കംപ്ലൈന്റ് രാവിലെയും രാത്രിയും നിൽക്കുക, രാത്രി വാ തുറന്നിട്ട് ശ്വാസം വിടുക, അല്ലെങ്കിൽ നെയ്സൽ കെറ്റാറ് റിക്കറന്റ് ആയിട്ട് വരിക, നോസ് ബ്ലോക്കേജ് വരിക, റൂട്ട് ഓഫ് ദ നോസിൽ പെയിൻ വരിക. അപ്പൊ ഇതിന്റെ ഒരു സിംഗിൾ റെമഡിയാണ് നാട്രം ആർട്സ്. ഞാൻ ഈ നാട്രം ആർട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സദത് ഡോക്ടറുടെ ഒരു ക്ലാസ് കേട്ടത്. അപ്പൊ സാറ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ സെയിം പോയിന്റ് ഇത് തന്നെയായിരുന്നു. നമ്മളൊരു നെയ്സൽ ബ്ലോക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഡ്രിപ്പിങ്ങോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നാട്രം കാലിബൈക്കോ അല്ലെങ്കിൽ അമോണിയം കാർബോ ചിന്തിക്കുന്നതിന് പകരം തിങ്ക് ഓഫ് നാട്രം ആർട്സ് എന്നുള്ള. അപ്പൊ ആ ഒരു സിംറ്റം ഒരു ഓർമ്മയിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യാണ്. ദെൻ ഫാരിങ്ടണും ബിക്കോസ് സർക്കാരൊക്കെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് നാട്രം ആർബിന്റെ ഒരു ഷോർട്ട് സിംറ്റം എന്താന്ന് വെച്ചാൽ, വെൻ എ ചില്ലി പേഷ്യന്റ് കം presenting with a lichen planus and psoriasis and തിൻ വൈറ്റ് സ്കെയിൽ. ആ ഒരു സോറിയാസിന്റെ ലൈക്കൻ പ്ലാനസിന്റെ സ്കെയിൽ എന്ന് വെച്ചാൽ ഒരു തിൻ വൈറ്റ് സ്കെയിൽ ആയിരിക്കും. നമ്മുടെ ആൾസൈഡേഡും സെപ്പിയൊക്കെ പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ സ്കെയിൽ റിമൂവ് ചെയ്താൽ തിൻ ആയിരിക്കും, പക്ഷെ ഫൈനലി ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യും, പക്ഷെ സ്കെയിൽസ് ഭയങ്കര തിൻ ആയിരിക്കും. ഒരു തിൻ വൈറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് നാട്രം ആർട്സിന്റെ വൺ ആൻഡ് ഓൺലി റെമഡി നാട്രം ആർട്സ് എന്നാണ് പല ബുക്സും പറയുന്നത്. സോ തന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. ആൻഡ് ഓപ്പൺ എയർ അമിനറേഷൻ, പല കംപ്ലൈൻസിനും ഇവർക്ക് ഓപ്പൺ എയർ അമിനറേഷൻ ആണ്. Okay, so the next remedy, natrum iodate. So whenever a natrum constitution come with a enlarged thyroid, glandular enlargement, അല്ലെങ്കിൽ ഒരു lung nodule, pulmonary സിസ്റ്റോ, ഒരു ട്യൂബർക്കുലർ സിസ്റ്റോ, റൊമാറ്റിക് എൻഡോകാർഡൈറ്റിസ് അങ്ങനത്തെ സിംറ്റം വരുമ്പോഴത്തേക്കും ഒരു നാട്രം മ്യൂറ് ഫെയിൽ ചെയ്താൽ ഓൾവേസ് തിങ്ക് അബൌട്ട് ദ റെമഡി നാട്രം അയോഡേറ്റ്. ഇപ്പൊ ഈ തൈറോയിഡ് കംപ്ലൈന്റിലേക്ക് ഇവരുടെ അയോഡത്തിന്റെ മെയിൻ ഫീലിംഗ് ആണ് ഒരു സഫോക്കേഷൻ ഫീലിംഗ് എന്ന് വെച്ചാൽ. അപ്പൊ അയോഡത്തിന്റെ തീം എന്താ, അയോഡൻ ഭയങ്കര ബിസിയാണ്, റെസ്റ്റ്ലെസ് ആണ്, അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വേണം. പലപ്പോഴും ഈ നാട്രം എലമെന്റിന്റെ സാഡ്നെസ് ഇവരുടെ ആ ഒരു അയോഡത്തിന്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടിട്ട് പലപ്പോഴും മറന്നു പോകുന്നതാണ് പറയുന്നത്. അത് അയോഡത്തിന്റെ എല്ലാ കോമ്പൗണ്ടിലും കാണാൻ പറ്റും അല്ലെ. ഈ കാലി അയോഡൈഡ് ഒക്കെ മെറ്റമെഡിക്കലി ഗ്രേറ്റസ്റ്റ് വാക്കർ എന്നാ പറയാ, ഏറ്റവും സ്പീഡിൽ നടക്കുന്ന ആളാണ്. കാര്യം എന്ന് വെച്ചാൽ കാലിയോഡിന് വിഷമം ഉണ്ടായാൽ ഇവര് കാലി ഒന്നാമത് തുറന്ന് പറയത്തില്ല, ഇവര് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ വന്ന് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അയോഡത്തിന്റെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ഈ റെമഡിയിലും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു തൈറോയ്ഡ് കംപ്ലൈന്റ് പറഞ്ഞ പോലെ ആ ഒരു സഫക്കേഷൻ ഫീലിംഗ്, അപ്പൊ ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ നാട്രം അയോഡൈഡത്തിന്റെ മൈൻഡിലും വരുന്നത്. അതായത് സർവൈവൽ ഇൻ എ സ്ട്രാങ്കുലേറ്റഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ്. ഒരു സ്ട്രാങ്കുലേറ്റഡ് സിറ്റുവേഷൻസിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു തീമാണ് പലപ്പോഴും അയോഡത്തിന് വരിക. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഒരു
മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു യുവതി, അവരുടെ ഹസ്ബൻഡ് മരിച്ചു, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല. സോ ഇവർക്ക് ആ ഗ്രീഫിന്റെ പുറത്തും ഇവർക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. സോ ദേ ആർ വർക്കിംഗ് അണ്ടർ എ സ്ട്രാങ്കുലേറ്റഡ് സിറ്റുവേഷൻ. അതും അല്ലെങ്കിൽ ഷോർട്ടിലൊക്കെ പറയുന്നത് നമ്മൾ ഒരു കൺട്രി ഷിഫ്റ്റിന്റെ സമയത്ത്, കൊറോണയുടെ ഒക്കെ സമയം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടോ, പല അബ്രോഡ് ഉണ്ടായ പല ആൾക്കാരും ജോലിയും എല്ലാം ഇട്ടിട്ട് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. സോ ദേ ആർ അവർ ഈ സിറ്റുവേഷനിൽ, പുതിയ സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പൊ ആ ഒരു ഒന്നും അറിയാത്തൊരു സ്ട്രാങ്കുലേറ്റഡ് സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇതൊക്കെ നാട്രം അയോഡേറ്റത്തിന്റെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സർവൈവൽ ഇൻ എ സ്ട്രാങ്കുലേറ്റഡ് സിറ്റുവേഷൻ എന്ന തീമിൽ നമുക്ക് ചിന്തിക്കാവുന്ന റെമഡിയാണ്. സോ ഒരു തൈറോയിഡ് കംപ്ലൈന്റിൽ അയഡ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം നാട്രം അയോഡൈഡ്. നാട്രം 100 ഫെയിൽ ചെയ്താൽ നാട്രം അയോഡൈഡ് എപ്പോഴും ചിന്തിക്കുക. സോ ദ നെക്സ്റ്റ് റെമഡി ഈസ് നാട്രം ഫ്ലൂറിയാറ്റിക്കം. സോ ഫ്ലൂറൈഡ് എലമെന്റിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ. ഗ്ലാമർ, മണി, സെക്സ് എല്ലാം കോൺഷ്യസ് ആയുള്ള റെമഡിയാണ് ആൻഡ് വെരി സൂപ്പർഫിഷ്യൽ ടു. പക്ഷേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ നാട്രം വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നാട്രത്തിന്റെ ഒരു ബിട്രയൽ എലമെന്റ് കൂടി ഇതിനകത്ത് കയറി വരും. അതായത് ഇതിന്റെയൊക്കെ പുറകെ പോയാലും, ഗ്ലാമറിന്റെയും സെക്സിന്റെയും മണിയുടെയും എല്ലാത്തിന്റെയും പുറകെ പോയാലും അതിൽ ഞാൻ ചെയ്യുന്ന ഒരു വഞ്ചനയാണല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ്ഫുൾനെസ് ഈ നാട്രം കയറി വരുന്നതുകൊണ്ട് നാട്രം ഫ്ലോറിയാറ്റിക്കും എലമെന്റിനും ഉണ്ടാവും. സോ അവർക്ക് സെക്സ് ചെയ്യും, പക്ഷെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ദേ കാൺ റെഫ്യൂസ്. പക്ഷെ ഇവൻ അത് അവര് എൻജോയ് ചെയ്യുന്നില്ലെങ്കിലും പക്ഷെ അവർക്ക് റെഫ്യൂസ് ചെയ്യാനും പറ്റാത്തൊരു തീമാണ് നാട്രം ഫ്ലൂറിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട എവിടെ, പ്രോസ്റ്റിറ്റ്യൂഷൻ, അതിന്റെയൊക്കെ ഒരു തീമിൽ വരുന്ന ഒരു റെമഡിയാണ് നാട്രം ഫ്ലൂറിയാറ്റിക്കം. സോ അതിന്റെ പെത്തോളജിയിൽ വരുന്ന സിംറ്റംസ് ഒരു ഫ്ലൂറിയാറ്റിക്കത്തിന്റെ പോലെ തന്നെ വെരിക്കോസ് വെയിൻ, അതെറോസ്ക്ലീറോസിസ്, എക്സോട്ടോസിസ്, ഡിഫോമിറ്റി, അതുപോലുള്ള കംപ്ലൈന്റിൽ നമുക്ക് ചിന്തിക്കേണ്ട റെമഡിയാണ് നാട്രം ഫ്ലൂറിയാറ്റിക്കം. അതുപോലെ തന്നെ സഡൻ മസ്കുലാർ പെയിൻ കമ്മിങ് ആൻഡ് ഗോയിങ്, അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ്. സോ ദ നെക്സ്റ്റ് റെമഡി ഈസ് നാട്രം സിലിക്കേറ്റ്. സിലിക്കേറ്റ് എങ്ങനെയാണ്? സൈലീഷ്യ എന്നുള്ള കോമ്പൗണ്ടിന്റെ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. അവര് ഭയങ്കര ടിമിഡ് ആണ്, ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലി ഇമേജിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇവർക്ക് ഫാമിലിയിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ സൈലീഷ്യ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവർക്കൊരു ഇമേജ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ പുറത്തൊരു ഇമേജ് ഉണ്ടാവാൻ വേണ്ടി ഒരു ഭയങ്കര ഹാർഡ് സ്റ്റഡി ചെയ്യും, നല്ലോണം പഠിക്കും, എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ വഴക്ക് പറയുമ്പോഴത്തേക്കുമാണ് ഇവരിലെ നാട്രം ഉയർന്നു വരിക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വഴക്ക് പറഞ്ഞാൽ ഇവര് ഹൈലി റിവെഞ്ച്ഫുൾ ആയിട്ട് തീരും. ആംഗർ ഫ്രം കോൺട്രഡിക്ഷൻ, ഡെലൂഷൻ എലോൺ ബി, ദെൻ ആംഗർ ആൻസർ ഒബ്ലീക് ടു. നമുക്ക് പിന്നെയും പിന്നെ നമ്മുടെ കാര്യം എടുത്തെടുത്ത് ചോദിച്ചാൽ സൈലീഷ്യ നാട്രം സിലിക്കേഷനും പേഷ്യൻ്റാണെങ്കിൽ വേണ്ട, ഇല്ല, അങ്ങനെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവർക്ക് പിന്നെയും പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ഭയങ്കര അവേർഷൻ ആയിട്ട് ആംഗർ ആൻസർ ഒബ്ലീക് ടു എന്ന റൂബ്രിക്കിലേക്ക് നാട്രം സിലിക്കേറ്റും വന്നെത്തിക്കും. സോ ഇങ്ങനെയുള്ള ഈ റെമഡീസ് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയ അതേസമയം റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്യുന്ന ഈ ഒരു നാട്രം സിലിക്കേറ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ, ബുക്കിൽ പറയുന്ന ഹിമോഫീലിയ കണ്ടീഷൻസിൽ, അതുപോലെ തന്നെ swelling in the submaxillary mandibular gland, offensive sputum, offensive perspiration, cold feet, അതുപോലുള്ള കണ്ടീഷൻസിലും നാട്രം സിലിക്കേറ്റും, ആപ്സിസ്, അൾസർ, നാട്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ കംപ്ലൈന്റ് ഒക്കെ വരുവാണെങ്കിൽ നാട്രം സിലിക്കേറ്റും ചിന്തിക്കണം. ആൻഡ് ഓൾസോ റീറ്റെയിൻ പ്രോഗ്രസ് ഓഫ് CA സെർവിക്സ്, അതൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആയിട്ട് പല ബുക്സിലും പറയുന്നത്. CA സെർവിക്സിന്റെ ആ ഒരു പ്രോഗ്രസിന്റെ ചെക്ക് ചെയ്യാനായിട്ട് നാട്രം സിലിക്കേറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് റെമഡി ആണെന്നുള്ളത്. So the next remedy is natrum silicofluorate. Natrum silicofluorate നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, ഈ ഒരു സൈലീഷ്യയുടെ ആ ഒരു ആപ്സിസും അങ്ങനത്തെ ഗ്ലാൻഡുലർ എലമെന്റും ഒരു ഫ്ലൂറൈഡിന്റെ ബോണി എഫെക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോൾ, അപ്പൊ അത് എപ്പോഴാണ് സാധ്യമാകുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു CA പേഷ്യൻസോ അല്ലെങ്കിൽ അഡിനോകാർസിനോമ അങ്ങനത്തെ പേഷ്യൻസോ ഒരു മെറ്റാസ്റ്റാസ് ഉണ്ടായിട്ട് ബോണിലേക്ക് ഒരു മെറ്റാസ്റ്റാസ് ഉണ്ടാവുന്നു, അവർക്കൊരു റേഡിയേഷൻ കൊടുക്കുന്നു, സ്കാർ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഒരു ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ആയിട്ടോ ഒരു ആപ്സിസ് ആയിട്ടോ ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ ഈ ഒരു ഗ്ലാൻഡുലർ എഫെക്ഷനും ഈ ഒരു ബോണി എഫെക്ഷനും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നാട്രം സിലിക്കോഫ്ലൂറേറ്റ് ഒരു കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ ഒക്കെ എക്സസൈസ് കഴിഞ്ഞിട്ട് പിന്നെയും ഇതെല്ലാം ബോണും ഗ്ലാൻഡും എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് എഫെക്ഷൻ വരുന്ന ഒരു നാട്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ചിന്തിക്കേണ്ട റെമഡി നാട്രം സിലിക്കോഫ്ലൂറേറ്റ്. ട്യൂമർ, അഡിനോകാർസിനോമ ഇതിലൊക്കെ ഇൻഡിക്കേറ്റർ ആണ്.
സോ ഈ ഒരു റെമഡീനെ കുറിച്ചിട്ട് എനിക്ക് അധികം ലിറ്ററേച്ചർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇങ്ങനെ ഈ റെമഡീനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയതും എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലെ മധുസൂദനൻ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ്. സോ ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാ ടീച്ചേഴ്സും ഞാൻ വൺസ് അഗെയിൻ നന്ദി പറയുകയാണ്. ഇപ്പൊ ഒരു ലാസ്റ്റ് ഡ്രഗിലേക്കും കൂടി കടക്കാം. സോ ദ നെക്സ്റ്റ് ലാസ്റ്റ് ഡ്രഗ് ഇസ് നാട്രം നൈട്രിക്കം. നാട്രം നൈട്രിക്കം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ തീം എൻജോയ്മെന്റ് ഫോർബിഡൻ ആണ്. ഈ നൈട്രിക് ഇതിന് ലൈഫിൽ എല്ലാം എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അവർക്ക് ഫുഡ് ഇഷ്ടമാണ്, ചീസ് ഇഷ്ടമാണ്, ഫാറ്റ് ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം കഴിച്ചാൽ ഇവർക്ക് പ്രശ്നമാകുമെന്ന് നല്ലോണം അറിയാം. എല്ലാ എൻജോയ്മെന്റും വേണം, പക്ഷെ എൻജോയ്മെന്റിൽ ഇവർക്ക് അകത്ത് തന്നെ അവർ ഫോർബിഡൻ, അവർക്ക് തന്നെ എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യാണ്. എൻജോയ്മെന്റ് സിൻസ്ഫുൾ, അതൊരു പാപമാണ്, ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ഫീലിംഗ് ഇവർക്ക് നൈട്രിക്കത്തിനുണ്ട്. അപ്പൊ ഇതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക വെച്ചാല് കാൽവിനിസ്റ്റിക് ഓർ പ്യൂരിറ്റൻ ഗ്രൂപ്പ് എന്ന് വെച്ചാല് ശുദ്ധമത വിശ്വാസികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരുടെ ഒരു ടീമില് ഇങ്ങനെ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് തോട്ട്, ഒരു സെറ്റ് ഓഫ് തോട്ട്സ് കൊണ്ട് നടക്കുന്നവർക്ക് വരാവുന്ന ഒരു തീമാണ് എൻജോയ്മെന്റ് ഫോർബിഡൻ എന്നുള്ളത്. ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് ഇവരുടെ മനസ്സ് അനുവദിക്കുകയില്ല. അപ്പൊ ഈ ഒരു ആൾക്കാരെന്ന് വെച്ചാല് ഇവര് ചെയ്യില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ അനുവദിക്കുകയില്ല. ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും നാട്രം എലമെന്റ് ഉള്ളത് കാരണം ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സമയത്ത് ഇവർ ഭയങ്കര പ്ലസന്റ് ആൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ബട്ട് വൺസ് ഒരു ടൈം ഇവർക്ക് ആ ഒരു ഇഷ്ടക്കേട് വന്നാല് നൈട്രിക്കും അവിടെ ഡൊമിനേറ്റ് ചെയ്യും, അവരെ എൻറ്റയർലി ആ ലൈഫിൽ നിന്ന് തള്ളി പുറത്താക്കും. അപ്പൊ ഇവര് എവിടെയാ വരികയെന്ന് വെച്ചാല് ഇപ്പൊ സാധാരണ നൈട്രിക്കും കുട്ടികളെയൊക്കെ വളർത്തി വഷളാക്കരുത് എന്നൊരു തീം കൊണ്ടുപോകുന്ന ആൾക്കാർ, അവരുടെ എലമെന്റൽ നീഡ്സ് അറ്റൈൻ ചെയ്യുന്ന ഏജ് ആയാൽ അവരെ തന്നെ ജീവിക്കാൻ വിടണം. സോ അവരുടെ അവരെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പോകണമെന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് ഈ നാട്രം നൈട്രിക്കും. അപ്പൊ നാട്രത്തിന്റെ ഹൈലി സിഫിലിറ്റിക് ആയിട്ടുള്ള റെമഡിയാണ് നാട്രം നൈട്രിക്കും. ഇത് എപ്പോഴാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ യൂറിനറി എഫെക്ഷൻസിൽ, ഇപ്പൊ നാട്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു യൂറിനറി എഫെക്ഷൻസിൽ ഹീമോഗ്ലോബിനൂറിയ, ഹെമറ്റ്യൂറിയ അതുപോലെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാണ് നൈട്രിക് ആസിഡ് പോലെ തന്നെ. അല്ലെങ്കിൽ ഒരു TBയിൽ ഹീമോപ്റ്റൈസിസ് ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ എക്സസീവ് യൂറിക് ആസിഡ് ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നേസൽ മെംബ്രെയിനിൽ നിന്ന് ബ്ലഡി ആയിട്ടുള്ള ഡിസ്ചാർജ് ഫോം ചെയ്യാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട റെമഡിയാണ് നാട്രം നൈട്രിക്കം. സോ ഇത്രയാണ് ഞാൻ നാട്രം ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് മനസ്സിലായുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നാട്രം സാലിസിലിക് റെമഡിയും കൂടി ഉണ്ട്. മാം ഒരു മീറ്റിംഗ് കൂടി എടുക്കുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് പറയാം. അപ്പൊ പിന്നെ നമുക്കിന്ന് ഈ ഡിസ്കഷൻ ഒന്നും സമയം കാണില്ലെന്നേ ഉള്ളൂ. ഓക്കെ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ. നാട്രം സാലിസിലിക്കേറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം, മിനിയസ് ഡീസിൽ വെർട്ടിഗിൽ കൊടുക്കുന്ന റെമഡിയാണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സിംറ്റംസ് പറയാം. ഗിഡിനസ് ബെറ്റർ ലൈങ് ഡൗൺ, കിടക്കുമ്പോഴത്തേക്കും ഇവർക്ക് ആശ്വാസമാണ്. പക്ഷേ വേഴ്സ് വെൻ റൈസിങ് ഹെഡ് ഓൺ സിറ്റിംഗ്, എണീറ്റിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് കിടക്കുമ്പോഴത്തേക്കും ബെറ്റർ ആയിരിക്കും, എണീറ്റിരിക്കുമ്പോഴത്തേക്കും സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പാൻഡിങ് റെസ്പിറേഷൻ, ഭയങ്കരമായിട്ട് കഥയ്ക്കുന്ന ഒരു ഹണ്ടിങ് ഡോഗ് പോലെ ഇങ്ങനെ കഥച്ച് കുറച്ച് വിടുന്ന ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേഷനും ആ ഒരു ആസ്മാറ്റിക് കംപ്ലൈൻസിലും ഈ നാട്രം സാലിസിലിക്കേറ്റും ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസയ്ക്ക് ശേഷം വരുന്ന ഒരു വീക്ക്നെസ്സിന് അതിന് മറ്റു റെമഡീസും ഉണ്ട്, ആസൈഡൈഡ്, അലിയം സെറ്റൈവ, കാർബോവജി, യുപെക്ടോറിയ പറയുന്നുണ്ട്. എങ്കിലും നാട്രം സാലിസിലിക്കേറ്റും വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റെമഡീസ് ആണ്. സോ ഇതിൽ ഞാൻ ഇനി വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് പലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ്, കാരണം ഇനി 2 മിനിറ്റേ ഉള്ളൂ നമ്മുടെ സമയം. എന്തായാലും ഡോക്ടർ ആദ്യമായിട്ട് വന്നു, നല്ല എന്താണ് അസല് ക്ലാസ് ആയിരുന്നു, പൊളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത്രയും അറിവുകളൊക്കെ ഡോക്ടർ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് അത് പുറത്തിണക്കി നമുക്ക് ഇത്രയും നല്ല എന്താണ് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇത്രയും അറിവുകൾ ഡോക്ടർ പങ്കുവച്ചു. നല്ല കാര്യം, വളരെ സന്തോഷം. പിന്നെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സെട്ട് സാറുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ട് കാണുമല്ലോ അല്ലേ? ഒരു സെക്കൻഡ്, സാറിന് എന്താണ് പറയാനുള്ളത്? സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ക്ലാസ് ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. എന്നാൽ നാട്രത്തിനെ പറ്റി കംപ്ലീറ്റ് ഹിസ്റ്ററി അത് വന്നു കഴിഞ്ഞു എല്ലാ രീതിയിലും. ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ടീച്ചർ ആയതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം പറ്റിയത്. കാരണം എത്രത്തോളം നന്നായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിട്ടുപോയായിട്ട് തോന്നുന്നില്ല. എല്ലാം നല്ലത്. സന്തോഷം.
ഇതിൽ കൂടി ഒരു കോംപ്ലിമെന്റ് ഇനി വേണ്ടല്ലോ. സാർ ഒരു അതെ, അതെ. സാറിന്റെ തന്നെ ക്ലാസ്സുകളൊക്കെ പലതും കേട്ടിട്ടാണ് ഞാൻ പല റെമഡീസ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ സാറിന്റെ ഒരു വാക്കിന്റെ എവിടെ ഒരു പഠിച്ചത് blessings ഡോക്ടർ? ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എന്തോ സാർ? എവിടെയാണ് പഠിച്ചത്? സാർ ഞാൻ പടിയായിരുന്നാണ് UG ചെയ്തത്. പിന്നെ ആ ട്രിവാൻഡ്രം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നാണ് MD ചെയ്തത്. ആ ശരിയാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം, നല്ല ക്ലാസ്. അപ്പൊ ഇനിയും ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ രശ്മി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. ഡോക്ടറെ, IFBSന്റെ വീഡിയോകൾ ഞാൻ ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത്. വളരെ ഗുണകരമായ വീഡിയോസാണ്. ഞാനിപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ ക്ലാസ്സുകൾ കേട്ടത് എനിക്ക് വളരെ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ എല്ലാം പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചോദിച്ചു, നമുക്കൊരു ക്ലാസ് എടുത്തുകൂടെ? അപ്പോഴൊന്നും MD-യുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് MD-യിൽ നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോഴാണ് അറിയുന്നത് MD-യിൽ മെറ്റിന മെഡിക്കൽ റാങ്ക് ഹോൾഡറാണ്. അപ്പൊ ഞാനത് എഴുതിയിരുന്നു. പക്ഷെ ഈ റാങ്ക് ഹോൾഡർ എന്നുള്ളത് കളയണമെന്ന് പറഞ്ഞിങ്ങനെ കുറേ പ്രാവശ്യം കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് കളയുന്നത്? അത് അങ്ങനെ കളയാൻ പറ്റുന്നതല്ലല്ലോ. എന്നാലും വേണ്ട സാറേ, അത് ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് പിന്നെ ഏതായാലും ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ പറയട്ടെന്ന് കരുതി ഞാനതങ്ങ് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നമ്മുടെ ഈ പടമൊക്കെ റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും വളരെ നന്നായിരുന്നു. ഇനിയിപ്പം സേഠ് സാർ പറഞ്ഞ പോലെ ഒരു അധ്യാപികയാകാനുള്ള എല്ലാ യോഗ്യതകളും ഈ ക്ലാസ്സിലുണ്ട്. മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നാലാണ് ഭാവിയിൽ ഹോമിയോപ്പതി വളരുന്നത്. തീർച്ചയായും ഇനിയും ഇതുപോലെ സെഷനുമായിട്ട് വരണമെന്നൊരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ഓക്കെ ഡോക്ടറെ, വളരെ സന്തോഷം. അപ്പോ ഡോക്ടർ ഇനിയും മറ്റ് ഫാമിലികളുമായിട്ട് ഇതുപോലെ വരണം. ഇതിപ്പോ നേത്ര ഫാമിലിയാണ്. പീതാംബരൻ സാർ വീഡിയോ, ആരാണ്? പീതാംബരൻ ഡോക്ടർ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണോ? സാർ അൺമ്യൂട്ട് ചെയ്താൽ മതി. കാസർഗോഡത്തെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി സാറേ. ആ ചോപ്പില് ആ ഫോണിന്റെ ചുമന്ന ബട്ടണിലൊന്ന് ഞെക്കിയാ മതി സാറേ. വലതുവശത്ത് താഴെ, വലത്തെ കോർണറില് വലതുവശത്ത് താഴെയായിട്ടുള്ള ആ ചുമന്ന ബട്ടണിലൊന്ന് ഞെക്കിയാ മതി. ലെഫ്റ്റ് സൈഡ്. സാറിന് വലതുവശം, നമുക്കാണല്ലോ. അതെ. സംസാരിക്കാൻ പറ്റുന്നില്ല. അത് ആദ്യമൊക്കെ വരുമ്പോ ചിലപ്പോ അങ്ങനെ വരും. പറ്റുന്നില്ല. ആരെങ്കിലും ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാ. സാറേ, സാറിന്റെ റൈറ്റ് സൈഡില് കോർണറിലുള്ള ബട്ടൺ, ആ സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം അതിങ്ങനെ കാണാം. ഓഡിയോ എന്ന് കാണാം. ഓഡിയോ വീഡിയോ എന്ന് കണ്ട് താഴെ എഴുതിയിട്ടുണ്ട് സാറേ. താഴെ കാണാം ഓഡിയോ വീഡിയോ. പറ്റുന്നില്ല. അപ്പോ ആ സമയം നമുക്ക് ഒരുപാട് വൈകുന്നു. സേഠ് സാറ് നാളെ ഫ്രീ ആണോ സാറേ? നമുക്കൊരു സെഷൻ വെക്കാൻ. നാളെ ഞാൻ ഫ്രീ അല്ല, ഞാൻ പുറത്തായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് വഴിയിൽ വളരെ അറ്റൻഡ് കൊടുക്കാം. എന്നിവിടെ കുറച്ച് ഗ്യാങ്ങും ഉണ്ട് നാളെ. അപ്പൊ നാളെ തിരക്കാണ് സാർ. യാത്രയിലായിരിക്കും, ബുദ്ധിമുട്ടാവും. ഓക്കെ, വേറെ ദിവസം കൂടെ കൂടാം. വ്യാഴാഴ്ച കൂടാന്ന് കേട്ടോ ധനേഷ് ഡോക്ടറെ. അപ്പോഴും നമുക്ക് ഇന്ന് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ രശ്മിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ജയലളിതയെ ക്ഷണിക്കും. നന്ദി പറഞ്ഞതല്ല, നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടർ ക്ഷണിക്കുകയാണ്. ജയലളിത ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. ഒന്നുകൂടെ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ജയലളിത ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ കേട്ടായിരുന്നു. ഇതൊരു വെടിക്കെട്ട്, നല്ല ഉഗ്രം ക്ലാസ് ആയിരുന്നു കേട്ടോ. തുടക്കം മുതൽ അതെ, നല്ല ഗംഭീര, ഒരു നല്ലോണം മനസ്സിലാക്കി തന്നു. ഇത്രയോ മിന്റൽ പിക്ചറൊക്കെ നമുക്ക് പല ബുക്സ് റെഫർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും ഡോക്ടർ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഇപ്പൊ ധനേഷ് ഡോക്ടറും
ഷൈല ഡോക്ടറും പറഞ്ഞ ഒറ്റ പോലെ ഡോക്ടർ തന്നെ പറഞ്ഞെങ്കിലും ആ ഡോക്ടർ ഒരുപാട് റെഫറൻസില്ല കിട്ടിയത്. അത് നമ്മൾ മാന്യം കാണണം. ഷൈല ഡോക്ടർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ലെക്ചറർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. ഞാനും പടിയാർ കോളേജിൽ പഠിച്ചതാണ്, പ്രകാശ് സാറിന്റെ ബാച്ചാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് എടുത്തതിന് ഡോക്ടർക്ക് IAPHന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. വീണ്ടും വരിക, നല്ല സെഷനും വേറൊരു ഗ്രൂപ്പുമായിട്ട് വീണ്ടും വരിക. താങ്ക് യു ഡോക്ടറെ. ഓക്കെ, താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ജയലളിത ഡോക്ടറെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ 1841 ദിവസത്തെ വെബിനാർ വളരെ ഗംഭീരമായി ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് 3-4 മിനിറ്റ് അധികവുമായി. എന്തായാലും ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ കാണും വരേക്കും നമസ്കാരം.